നിതിന്റെ സഹോദരി നിഖിത, സിദ്ധാർത്ഥന്റെ അമ്മ ഷീബ, മുഹമ്മദ് ഷമ്മ, സാദിലൻ, പി ശ്യാംരാജ്, ജോർജ് ജോസഫ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ നിതിന്റെ സഹോദരിയിലേക്ക് പോകുന്നു. രാഖി രാഖി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഈ ലോൺ ആപ്പിനെ പറ്റി കണ്ണൂർ എന്ന സിറ്റി പോലീസ് കമ്മീഷണർ, അയാളുടെ പേര് നിതിൻ രാജ് തന്നെയാണ്. അന്ന് രാത്രി തന്നെ പറഞ്ഞു തുടങ്ങിയാണ് ആദ്യ പ്രയോറിറ്റിയിൽ. പക്ഷേ സൗകര്യപൂർവ്വം എത്ര രൂപയെന്ന് ഇവരൊന്നും പറയില്ല. എന്തോ കാരണത്താൽ ഒരുപാട് കടങ്ങൾ, അതിന്റെ ഭീഷണി, ആത്മഹത്യ എന്നതിലേക്ക് അന്വേഷണം ചുരുട്ടിക്കെട്ടാൻ ഒരു നീക്കമുണ്ടെന്ന സംശയമുണ്ടോ? സംശയമുണ്ട് സാർ, സംശയമുണ്ട്. എന്തുകൊണ്ടാണ് ആ സംശയം? അത്രയും പൈസയുടെ ഒരു കടവും എൻ്റെ അരിയനില്ല. കാരണം എന്ത് കടവുണ്ടെന്നാണ് പറയുന്നത് ഇവരെന്ത് കടം? ഞങ്ങൾ അറിയാത്ത ഒരു കടവും അവനില്ല വീട്ടിൽ. അവൻ്റെ കടം, പഠിക്കാൻ പോകണവന് എങ്ങനെയാണ് കടം വരുന്നിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയല്ലേ, ഞങ്ങൾ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ പഠിക്കുന്നവൻ എങ്ങനെയാണ് പൈസ, അപ്പം നമ്മൾ തന്നെയല്ലേ അടയ്ക്കുന്നത്. അവനുള്ള കട എത്രയാണെന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അല്ലാണ്ട് എൻ്റെ അനിയൻ്റെ മേലിൽ വേറെ വലിയ കടകളൊന്നുമില്ല. അല്ല, ഈ 14,000 രൂപ ലോൺ ആപ്പിൽ എടുത്തു, അത് 15,000 രൂപയായി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇനിയും അങ്ങനെ ലോൺ ആപ്പിൽ കടമെടുത്തു എന്ന് വെക്കൂ. അത് ഞങ്ങൾക്കറിയാം. ലോൺ ആപ്പിൽ കടമെടുത്തു എന്ന് വെക്കൂ, ആരെയെങ്കിലും ഈ ലോൺ ആപ്പാർ വിളിച്ചു എന്ന് വെക്കൂ. അതിന് ഈ പ്രിൻസിപ്പളിന്റെ റൂമിലേക്ക് വിളിച്ചു വരുത്തി തേജോവധം ചെയ്യലാണോ വേണ്ടത്? അതടക്കം അന്വേഷിക്കണ്ടേ? CCTV ദൃശ്യങ്ങൾ ഒന്നല്ല. ഇപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയുടെ രക്ഷകർത്താവ് എന്നോട് പറഞ്ഞത്, ഈ മാർച്ച് 13-ാം തീയതി ഉച്ചയ്ക്ക് 1:45 ഈ റാമിന്റെ നേതൃത്വത്തിൽ ഈ നിതിനെ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി നടത്തിയ വൃത്തികേട് പറച്ചിലിന്റെ ഓഡിയോ ക്ലിപ്പുകൾ ആ കുട്ടികളുടെ ഫോണിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ക്ലാസ്സിലെ CCTV എടുക്കണം, കുട്ടികളുടെ ഓഡിയോ ഉണ്ടെങ്കിൽ ശേഖരിക്കണം, അവരോട് ചോദിക്കണം. അതിനൊക്കെ മുമ്പ് ലോൺ ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് രാഖി? എനിക്കറിയില്ല സാർ. എന്തായിരുന്നാലും ഇത് ഒന്നൊരു കേസ് ഇത് മാറ്റിവിടാൻ ഇന്ന് പ്രിൻസിപ്പൾ സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. ഈ ലോൺ ആപ്പിൻ്റെ പേരിൽ അവിടെ റൂമിലേക്ക് വിളിച്ചെന്നും അവിടെ നിന്ന് അവൻ്റെ ഫോൺ അവനായിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രിൻസിപ്പൾ എന്ന് പറയുണ്ടായി. അപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എൻ്റെ അനിയൻ ഫോൺ അവിടെ വെച്ചിട്ട് പോയെന്നാണ് പറയുന്നത്. ഇവർ പാരൻസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, പാരൻസിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നെന്ന് പറയുന്നുണ്ട്. ഈ പാരൻസിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഈ പാരൻസ് അല്ലാണ്ട് അവന് സഹോദരങ്ങളുണ്ടല്ലോ, അടുത്ത് നിൽക്കവേ തന്നെ ഞങ്ങളുടെ നമ്പർ അവർക്ക് മേടിച്ചിട്ട് ഞങ്ങളെ വിളിക്കാമല്ലോ, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് ചോദിച്ചിട്ട് അവർക്ക് വിളിക്കാമായിരുന്നല്ലോ. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? എന്നിട്ട് നിതിൻ അവിടെ ഫോൺ വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയതെന്ന്. ഒരിക്കലും അല്ല, അവൻ്റെ കയ്യിൽ നിന്ന് അവർ ഫോൺ പിടിച്ച് വാങ്ങിച്ചായിരിക്കും വെച്ചത്. അവൻ്റെ കയ്യിൽ നിന്ന് അവന് പുറത്തിറങ്ങി ഞങ്ങളെ പോലും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവന് നിന്നത്. പിന്നെ ടീച്ചറിന് കോള് വന്നതിൻ്റെ മനോവിഷമത്തിലാണ് അവൻ എടുത്ത് ചാടിയത്. ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യൂല. അതിനകത്ത് വെച്ച് അവനെ നല്ല രീതിക്ക് ഇവരെ ഹരാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്രിൻസിപ്പൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അമ്മയുടെ പേര് ലതയാണ്, അതായത് അവർക്ക് എന്തോ അബദ്ധം പറ്റിയതാണ്, അബദ്ധം പറ്റി ചെയ്തത് തന്നെയാണ്, അതിൽ ഒരു സംശയവും. എന്നിട്ട് അവർ ഏറ്റവും ലാസ്റ്റ് പ്രിൻസിപ്പൾ പറയുന്നത് പോലീസിന് ഫോൺ കൈമാറിയത് ആരാണ്? അത് പ്രിൻസിപ്പൾ പറയുകയാണ്, പോലീസിന് ഫോൺ കൈമാറിയത് ഞങ്ങളാണ്. അവൻ്റെ കയ്യിൽ നിന്ന് ഫോണൊന്ന് വാങ്ങിച്ചു വെച്ച് ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും അവൻ അനുവദിച്ചിട്ടില്ല ആ സമയത്ത്. അതെന്തുകൊണ്ട് അവരത് ചെയ്ത്? ഒരു ടീച്ചർ ആ ടീച്ചറിനെയാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഈ ലത എന്ന് പറയുന്ന മാഡത്തിനെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അവനെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതെല്ലാം ആ ഒരു ടീച്ചറാണ്. ആ ടീച്ചറിന് അത്ര സ്നേഹം അവൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ പേരിലൊരു മെസ്സേജ് വന്ന് ആദ്യം അവനെയല്ലേ അവർ വിളിച്ച് സംസാരിക്കേണ്ടത്. എടാ ഇങ്ങനെ എൻ്റെ പേരിലൊരു മെസ്സേജ് വന്നു, എന്താണ് കാര്യം? അവർക്കത് ചോദിക്കാമായിരുന്നു, അവരത് ചോദിച്ചില്ല. ശരി, അവരത് നേരെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട സമയം അവനവിടെ വിളിച്ച് നിർത്തിയിട്ട് ഞങ്ങളെ വിളിക്കേണ്ടേ? ഞങ്ങളെ വിളിച്ച് ചോദിക്കേണ്ടേ, നിങ്ങൾക്കിത് അറിയാമോ, അവൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്? ആദ്യം അവർ പറഞ്ഞ് അത് ടീച്ചറിൻ്റെ പേരിൽ അവ ഫോൺ എടുത്ത്, രണ്ടാമത് പറഞ്ഞ് റെഫറൻസ് വന്നത്. അത് കഴിഞ്ഞിട്ട് അതേ സെയിം മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ്. ഞങ്ങൾ അവന് ഈ ഏപ്രിൽ 1-ാം തീയതി ഞങ്ങൾ അവന് പൈസ കൊടുത്തിട്ടുണ്ട്. പൈസ കൊടുത്തപ്പോഴത്തെ അവൻ ആ ആപ്പ് ലോണിന്റെ കാര്യത്തിൽ അവന് പേടിയില്ലായിരുന്നു. കാരണം അവൻ അറിയാം നമ്മൾ പിന്നെ പൈസ 10,000 രൂപയുടെ കഥയല്ലേ നിങ്ങളൊന്നും പറയാതിരിക്കില്ല. ഈ 10,000 രൂപയുടെ കഥയല്ലേ, ഒരു ലക്ഷങ്ങളൊന്നും അല്ലല്ലോ, ലക്ഷങ്ങളോ കോടികളോ ഒന്നും അല്ലല്ലോ. അവൻ ആ പൈസ എടുത്ത് ബിസിനസ് തുടങ്ങിയതല്ലോ, മുങ്ങിപ്പോയതല്ലോ. 10,000 രൂപ എടുത്തു, അമ്മയുടെ സർജറിക്ക് ആവശ്യം 14,000 രൂപ എടുത്തു. 14,000 രൂപ എന്ന് പറഞ്ഞാൽ അടയ്ക്കാൻ പറ്റുന്ന പൈസയാണോ? അതാണ് ഞങ്ങൾ പറയുന്നത്. നമ്മളെ കൊണ്ട് ഇത്രയും അവനെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവിടെ വരെ എത്തിക്കാമെങ്കിൽ ആ 10,000 രൂപ നമുക്ക് അടയ്ക്കാൻ പറ്റൂലേ? നമ്മൾ ചെയ്യുമായിരുന്നല്ല. അവർ ഒരു വാക്ക് ഞങ്ങളെ വിളിക്കാത്തത് എനിക്കിങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ അനിയൻ അതിനകത്ത് വിളിച്ചു നിർത്തി ഹരാസ് ചെയ്യിക്കുകയല്ല അവർ ചെയ്യേണ്ടിയിരുന്നത്.
അവർ വിളിക്കണമെന്ന്. അവരൊരു അധ്യാപികയായിരുന്നെങ്കിൽ അവർ അല്പമെങ്കിലും ഒരു മര്യാദ ഉള്ളവരായിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചവരൊന്ന് കോൺടാക്ട് ചെയ്യാമായിരുന്നു. ആ പ്രിൻസിപ്പളിന് അത് ചെയ്യാമായിരുന്നല്ല. എന്നിട്ട് പറയുന്നത് അത് പാരൻസിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാരൻസിനെ കോൺടാക്ട് ചെയ്ത് അവർ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. അവർ പാരൻസ് ആയിട്ട് അവർ അച്ഛനും അമ്മയും ആണെങ്കിലും 2 സഹോദരങ്ങളുണ്ട്, അവരും 2 അളിയന്മാരും ഉണ്ട്. അവരെങ്കിലും അവർക്ക് വിളിച്ച് പറയാമായിരുന്നല്ല. ഇത്രയും മനസ്സിനെ ഇത്രയും നീറിച്ചിട്ട് അവൻ ആ സ്റ്റാഫ് റൂമിനകത്ത് നിന്ന് ഇറക്കി അങ്ങ് വിട്ട്. അവൻ നേരെ പോയിട്ട് എവിടെ പോയി, എന്ത് ചെയ്യുന്നു ഒന്നും അവരെ നോക്കിയില്ല. അങ്ങ് പോയി അവൻ അങ്ങ് പോയി. നമുക്കും അവനെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ആ ഫോണെങ്കിലും ഒരുപക്ഷെ അവന് കൊടുത്തിരുന്നെങ്കിൽ അവൻ നമ്മളെങ്കിലും ഒന്ന് വിളിക്കുമായിരുന്നു, നമ്മൾ ആശ്വസിപ്പിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രിൻസിപ്പളിനെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അവരെന്തുകൊണ്ട് അത് ചെയ്തില്ല? 3 വർഷം അവന്റെ ജീവിതത്തിൽ 3 വർഷം അവരുന്ന് പഠിച്ചിട്ടാണ് അവൻ അവൻ്റെ സീറ്റ് കിട്ടിയത്. സാറിന് അറിയാമോ, അവൻ വീണ്ടും ആ കോളേജിൽ നിന്ന് മാറണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വീണ്ടും അവൻ എൻട്രൻസിന് വീണ്ടും അവൻ കൊടുത്തേക്കുകയാണ്. വീണ്ടും അവൻ പഠിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, നീ പഠിക്ക്, നിനക്ക് കിട്ടും. അവന് ഡോക്ടർ ആവണം, അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടി അവൻ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻട്രൻസിന് അപേക്ഷ കൊടുത്ത് വീണ്ടും എൻ്റെ അനിയൻ പഠിക്കുകയാണ്. അത്രയും ജീവിതത്തോട് അത്രയും താല്പര്യമുള്ള ഒരാൾ ഒരു ടീച്ചറിന് വേണ്ടിയിട്ടൊക്കെ കയറി ചാടുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? ഇവരില്ലെങ്കിൽ ഒരു ടീച്ചർ, അവനെ സ്നേഹമുള്ള ടീച്ചർ എന്ന് പറയുന്നത്, ഇവർക്ക് എന്ത് സ്നേഹം അവൻ്റെ അടുത്ത് ഇരിക്കുന്നു? ഒരു അധ്യാപിക അവനെ വിളിച്ച് മാറ്റി നിർത്തി ഒരു വാക്ക് അവൻ്റെ അടുത്ത് ചോദിക്കാറുന്നല്ല, എടാ എൻ്റെ ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, എന്താണ് കാര്യം, നീ പറയും. ചോദിക്കായിരുന്നു. അവരുടെ കുട്ടികളല്ലേ, അവരുടെ വീട്ടിൽ ഒരാൾക്കാണ് ഈ അവസ്ഥ ഉണ്ടാവുന്നെങ്കിൽ അവരടക്കില്ലേ പൈസ? സാധാരണ അങ്ങനെയൊക്കെയല്ലേ നാട്ടിൽ നടക്കുക. തരണ്ട, അവരടയ്ക്കണ്ട. അതാ ഞാൻ ചോദിക്കുന്നത്, അവരടയ്ക്കണ്ട. അവർ അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് വിളിക്കാൻ, അല്ലെങ്കിൽ അവരുടെ അടുത്തൊന്ന് സമാധാനത്തിലൊന്ന് സംസാരിക്കാനുള്ള ഒരു മര്യാദ ഇവർ കാണിച്ചു കളയാത്തത് എന്തുകൊണ്ട് അവരത് ചെയ്തില്ല? ആദ്യം അവർ പറഞ്ഞു അവരെ പേരിലാണ് ലോൺ എടുത്തതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഒരാളെ ഈ ഒരൊറ്റ കാര്യം അത് വ്യാജം തന്നെയാണ്. അല്ല, ഞാൻ അതുണ്ടാവുമായിരിക്കാം, പക്ഷെ ഇതിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് ആപ്പാപ്പ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊരു മറയാണ്. പല കാര്യങ്ങൾ മറയ്ക്കാൻ, പല ആൾക്കാരെ രക്ഷിക്കാനുള്ള മറയാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അത് പറയാനുള്ള കാരണം ഷീബയാണ്. ശ്രീമതി ഷീബ, ഇവിടെ സിദ്ധാർത്ഥന്റെ മരണസമയത്ത് നമ്മൾ കണ്ടതാണ്. അത് ആത്മഹത്യ ആണെന്ന് വരുത്തി തീർക്കാൻ കാണിച്ച വ്യഗ്രത, ഡീനിന്റെ ഒക്കെ ദുഷ്ടവ്യഗ്രത നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഇതുപോലുള്ള പല പല കഥകൾ, എന്താണ് സിദ്ധാർത്ഥന്റെ പേരിലും വ്യാജ കഥകൾ, ഏതോ പെൺകുട്ടിയുടെ പരാതി, ആ പരാതി എന്താണ് സിദ്ധാർത്ഥ് മരിച്ച ആ ദിവസം തന്നെ പോകുന്നു, നമ്മൾ കണ്ടതാണ് ഈ കള്ളക്കഥകൾ. അതുകൊണ്ട് ഇതൊക്കെ ഈ ആപ്പ് എന്നൊക്കെ പറയുന്നത് ഉടായ്പാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. ശ്രീമതി ഷീബ, 10, 14, 15, 15,000 രൂപയ്ക്ക് വേണ്ടി അവരിതൊക്കെ ചെയ്യുമോ? അല്ലെങ്കിൽ തന്നെ ആ പൈസ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അതിനു വേണ്ടി ഒരു കുട്ടിയുടെ ജീവനാണോ പോകേണ്ടിയിരിക്കുന്നത്? അപ്പോൾ പെട്ടെന്ന് ഒരു കഥ മെനഞ്ഞെടുത്തിരിക്കുന്നു, അതൊരു വലിയ രീതിയിൽ പബ്ലിഷും ചെയ്തിരിക്കുന്നു. അവരുടെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്നത് അത്രയേ ഉള്ളൂ. വേറൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പെൺകുട്ടികളുടെ കാര്യം എടുത്തിടാൻ പറ്റിയിട്ടില്ല. അതായിരിക്കണം. ഇപ്പോൾ പൂക്കോട് നടന്നു പറഞ്ഞാൽ കുട്ടികളും അധ്യാപകരും കൂടെ നിർന്നതുകൊണ്ട് ഒരു പെൺകുട്ടിയെ കൂടെ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാം എന്താണോ അവിടെ നടന്നിരിക്കുന്നത്, ഒരു അധ്യാപകർ ചേർന്ന് അല്ലെങ്കിൽ പ്രതികളായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകൂ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണിത്. ഇത് ഇവർക്ക് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണോ? കാരണം ഇപ്പോഴും ദിവസം എത്രയായി? കൊടുക്കേണ്ട ശിക്ഷ അമ്മ ഓർത്തു നോക്കൂ. ഒരു അധ്യാപകൻ എന്ന് പറയുന്ന ഒരാൾ, അയാളെ ആ വാക്കുകൊണ്ട് അധ്യാപകൻ എന്ന് വിളിച്ചാൽ വിളിക്കുന്നവർക്ക് ദൈവദോഷം കിട്ടും. അമ്മാതിരി വൃത്തികേടുകൾ കുട്ടികൾക്ക് നേരെ പുലമ്പുന്ന ഒരാൾ എന്ത് വൃത്തികേട് കൊണ്ടും ക്ലാസ്സിലെ കുട്ടികളെ എഴുന്നേപ്പിച്ച് നിർത്തി അവരെ തൊലി ഉരിച്ച് അവരുടെ സ്വപ്നങ്ങളെ ഡേ ബൈ ഡേ അടിച്ചടിച്ച് ഇല്ലാതാക്കി അവരെ കൊലക്ക് കൊടുക്കുന്ന ഒരുത്തൻ ഇപ്പോഴും പുറത്ത് നിൽക്കുക. അവരെ പിടികൂടാത്ത എന്താ ആർക്കും ചോദ്യമില്ല. എല്ലാവരും ഈ ആപ്പിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ നീതി കിട്ടും എന്ന് ഈ പാവം എന്താണ് നിതിൻ്റെ കുടുംബം വെറുതെ വിശ്വസിക്കണോ? ഞങ്ങൾ 2 വർഷം കൊണ്ട് ഓടുകയാണ്. ഞങ്ങൾ 2 വർഷം കൊണ്ട് കാലിൽ തൊലിയില്ല എന്ന് പറയില്ലേ, ആ രീതിയിൽ ഓടുകയാണ് നീതിക്ക് വേണ്ടി. ഞങ്ങൾ കണ്ടുപിടിച്ച കാര്യങ്ങളല്ലാതെ ഏതെങ്കിലും പോലീസോ ഏതെങ്കിലും അധികാരികളോ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്ന കാര്യങ്ങളല്ലാതെ അവർ നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഞങ്ങൾ ഏറ്റവും അവന് കയ്യിൽ കൊണ്ട് നടക്കുന്ന കണ്ണട, പേഴ്സ്, ബെൽറ്റ്, വാച്ച്, ഈ സാധനം ഒരു കുട്ടിയുടെ ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക്? നമ്മൾ എത്ര പ്രാവശ്യം ആരുടെയൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇതിനൊരു മറുപടി തന്നിട്ടുണ്ടോ? എന്തെങ്കിലും? അപ്പോൾ നീതി ദൂരെയല്ല, അകലെയാണ്. നമുക്ക് ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്തിടത്ത്
അപ്പോൾ ഏത് രീതിയിലും നമ്മുടെ ശിക്ഷാവിധി ഞങ്ങളുടെ 19 പ്രതികളും ഡീനും അസിസ്റ്റന്റ് വാർഡനും MK നാരായണനും കാന്തനാഥനും അവർ തിരികെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നടന്ന കാര്യങ്ങൾ ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞതാണ്. എല്ലാവർക്കും കേരളത്തിലുള്ള മലയാളികളായിട്ട് എല്ലാ ജനങ്ങൾക്കും അറിയാമെന്നുള്ളതാണ്. അവരെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാനായിരുന്നു. ബക്കറ്റ് പിരിവ്, സച്ചിൻ ദേവ് MLA പ്രകടനങ്ങൾ, മണ്ണുത്തിയിലോട്ട് എക്സാമിന് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം തടയാൻ വേണ്ടി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചു നിന്നു എന്ന് പറയില്ലേ, അതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഈ 19 കുട്ടികളും ഇപ്പോൾ അവിടെ പഠിക്കേണ്ടിയിരുന്ന കുട്ടികളാണ്. അവർക്ക് കിട്ടി. നിങ്ങൾ അതിന് ജാഗ്രത കാണിച്ചു, കോടതിയിലേക്ക് പോയി, പിന്നാലെ നിന്നു. 6 പൈസയ്ക്ക്, നിങ്ങളുടെ സ്വന്തം പൈസയ്ക്ക്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവർ പുറത്തേക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്നേ എല്ലാം തേഞ്ഞു വാഞ്ഞു പോയേനെ. നിങ്ങളുടെ മാത്രം വേദനയായി സിദ്ധാർത്ഥൻ അവശേഷിച്ചേനെ. ഞാൻ അമ്മയിലേക്ക് എത്താം. അതിനു മുമ്പ് ഇന്നും ഇപ്പോൾ ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോണിലേക്ക് ആ കോളേജിൽ പഠിച്ച കുട്ടികളുടെ അലൂമിനികളുടെ മെസ്സേജൊക്കെ വായിച്ച് നമുക്ക് കയ്യും കാലം പറിച്ചു പോകും. കേരളം പോലെ വിദ്യാർത്ഥി സംഘടനാ സാന്നിധ്യം ഇത്രത്തോളമുള്ള സംസ്ഥാനത്താണോ ഇത് നടക്കുന്നത് എന്ന പേടി ഉണ്ടാവുന്ന രീതിയിലുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ പറയുകയാണ് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. ആത്മഹത്യ വീട്ടുകാരെ ഓർത്ത് മാത്രം ചെയ്യാത്ത കുട്ടികളുണ്ടെന്ന് അവർ നമ്മളോട് പറയുകയാണ്. അവർ പേര് പുറത്തു പറഞ്ഞാൽ പേടി. ഇന്ന് ആ പേടിയെ മറികടന്നുകൊണ്ട് കുട്ടികൾ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ ആർച്ച എന്ന കുട്ടി സംസാരിച്ചു, ഷാലോ മറിയ ജേക്കബ് എന്ന കുട്ടി അന്ന് സംസാരിച്ചു. ഇന്ന് സംസാരിച്ച 2 കുട്ടികളുടെ പ്രതികരണം ഒന്ന് കാണാം. നമ്മൾ ഫ്രണ്ട് റോയിലെ ആമ്പിളർ ഇരിക്കുക, എന്നിട്ട് ക്ലാസ്സിനെ ഫേസ് ചെയ്യാൻ പറയും. എന്നിട്ട് ബാക്കിയുള്ള പിള്ളേർ നോക്കിയിട്ട് നോക്ക്, ഇവനെ കണ്ടിട്ട് ഒരു ബെഗറിൻ്റെ ലുക്കില്ല, ഇവനെ കണ്ടിട്ട് ഒരു കോളനി ബെഗറിൻ്റെ ലുക്കില്ല. എന്നിട്ട് എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് പറയും ഇവന് വീട്ടിൽ പൈസ ഒന്നും ഇല്ലാത്തതാണ്, ഇവന് ബെഗർ വേഷത്തിൽ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയി ഇരുത്തും. മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇങ്ങനെ കാണിക്കാം. എൻ്റെ കൂടെയുള്ളവരൊക്കെ, അതായത് എൻ്റെ കൂടെ നിന്ന് പഠിച്ചവർക്കൊക്കെ ഇതറിയാം. എന്നിട്ട് അവസാനം ഇതൊക്കെ കേട്ട് അവസാനം ഫസ്റ്റ് ഇയർ എങ്ങനെ ലോ നീക്കി കഴിഞ്ഞു. പിന്നെ തേർഡ് ഇയർ എത്തിയപ്പോൾ പിന്നും ഇവനെനിക്കറിയാം, ഇവൻ ഇങ്ങനെ തന്നെയാന്ന് പറഞ്ഞിട്ട് എന്നെ കയറി 5 മിനിറ്റ് കയറിയ പാടി ഇയാൾ എന്നെ എണീപ്പിച്ചിട്ട് നീ പോയിക്കോ, നീ ഗെറ്റ് ഔട്ട് ആയിക്കോന്നു. കേട്ട് മടുത്തിട്ട് പിന്നെ ഞാനും പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അവസാനം എൻ്റെ അറ്റൻഡൻസ് അങ്ങനെ കുറേ കുറഞ്ഞു. എനിക്ക് പിന്നെ കയറാനേ മടിയായി. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ അറ്റൻഡൻസ് നീക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കയറുമ്പോഴത്തേക്ക് ഇയാൾ അതിനും തരില്ല അറ്റൻഡൻസ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിനെ അയാളുമായിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് ബ്ലാക്ക് പിഗ്. എൻ്റെ ഒരു മറ്റെന്താ പറയുക, വേറെ ഫ്രണ്ട് എന്ന് വെച്ചാൽ അവൾ പെണ്ണാണ്. അവൾ ഈ ക്ലാസ്സിൽ എണീപ്പിച്ച് നിന്നിട്ട് യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്ലാക്ക് കൗ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവൾ അവസാനം കരഞ്ഞിട്ടാണ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. ഇയാൾ പോയതിന് ശേഷം ഇയാളെ മുന്നിൽ നിന്ന് കരയാൻ വരെ ആ കുട്ടിക്ക് പേടിയായിരുന്നു. കടിച്ച് പിടിച്ചിട്ട് ഇയാൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. ആ പെണ്ണ് പിന്നെ ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് ബ്ലാക്ക് കൗ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ? ഇയാൾ എന്നെ വിളിക്കും, ഓ യു ആർ ലുക്കിംഗ് സോ ബ്ലാക്ക് മാത്രമല്ല, ഒരു പോയിന്റിന് ശേഷം വെളുത്താൽ ഇയാൾ എൻ്റെ ഇതൊക്കെ ഞാൻ ക്ലാസ്സിലുണ്ട്, ഞാൻ കാണുന്നുണ്ട്. വേറൊരു ഫ്രണ്ടിനെ വൈറ്റ് കോക്രോച്ച് എന്ന് വിളിക്കും. ഒരു പരിധിക്ക് ശേഷം വെളുത്താൽ വൈറ്റ് കോക്രോച്ച്. എൻ്റെ ഫ്രണ്ടിനെ അവൻ കുറച്ച് സൈസ് ഉള്ളത്. അപ്പോൾ അവൻ നിന്ന് കഴിഞ്ഞാൽ പിറകിലില്ല, ആരും കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയും വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ ഫസ്റ്റ് വന്നിട്ട് ഒരു 2 വീക്കിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇൻട്രഡക്ഷൻ എന്നുള്ള ഭാഗത്തിൽ എന്നെ എണീപ്പിച്ച് നിർത്തി. എന്നെ പറഞ്ഞു നിന്നെ കാണാൻ അഗ്ലിയാണ്, നിന്നെ കണ്ടാൽ തന്നെ വേറെ കുട്ടികളൊന്നും നിന്നെ നോക്കില്ല, നിനക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാവില്ല നിനക്ക്, അങ്ങനെയൊക്കെ പറയും. ആൻഡ് ഒരു കുട്ടീനെ കൊണ്ട് ചെരുപ്പ് ഊരിയിട്ട് എന്നെ അടിക്കാൻ വേണ്ടി പറഞ്ഞു. ആൻഡ് അവൾക്ക് പറ്റുന്നുണ്ടായില്ല, അവളോട് ചെരുപ്പ് ഊരി കൈ പിടിച്ചു. അവളെൻ്റെ ഊങ്ങിയതാ, അവൾക്ക് പറ്റാത്തതുകൊണ്ട് അവൾ ചെരുപ്പ് തായിട്ടു. അങ്ങനെയൊക്കെ പല ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ കോളേജ് പഠിക്കുന്ന ഓരോ കുട്ടികൾക്കും ഇത് പറയാനുണ്ടാവും. ഷമ്മാസ് ഒരു റാമൊന്നുമല്ല. ഫസ്റ്റ് ഇയറിൽ ഒരു റാം, സെക്കൻഡ് ഇയറിൽ വേറൊരാൾ, തേർഡ് ഇയറിൽ വേറൊരാൾ. പോകുന്ന വർഷങ്ങളിലൊക്കെ ഈ കുട്ടികളെ ഇങ്ങനെ പിന്നാലെ നടന്ന് സ്കെച്ച് ചെയ്ത് ഫസ്റ്റ് ഇയർ മുതൽ ഉപദ്രവിച്ച് നശിപ്പിച്ച് കളയാൻ, അവരെ ഇയർബാക്കാക്കാൻ, അവരെ നശിപ്പിക്കാൻ, അവരെ റിബലുകളാക്കാൻ, അവരെ ഒരുപക്ഷെ സാമൂഹ്യ വിരുദ്ധരെ ആയാൽ അത്ഭുതപ്പെടാനില്ലാത്ത വണ്ണം അങ്ങ് തള്ളി ഇപ്പം നിതിൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ വക്കിലെത്തി നിൽക്കുന്ന ഇപ്പോഴും കുറേ കുട്ടികൾ അവിടെ ഉണ്ട്. KSUവും SFIയും ABVPയും ഒക്കെ ഉള്ള സംസ്ഥാനം കേട്ടോ ഇത്. അവിടെയാണ് കാലാകാലങ്ങളായി 2009 മുതൽ റാം കയറി എന്നാണ് പറയുന്നത്. അന്ന് മുതൽ അയാളുടെ ഈ വൃത്തികേട് ആ കോളേജ് തുടരുക. നിങ്ങൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് ഷമ്മാസ്. അശ്മി, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിച്ച അതേ ഉത്തരവാദിത്വ ബോധം തന്നെയാണ് ഈ ചർച്ചയിലും ഇരിക്കുന്നത്. കാരണം ഈ സംസ്ഥാനത്ത് ഇത് ഏതെങ്കിലും ഒടുവിലത്തെ ഒരു സംഭവമാകട്ടെ നമ്മൾ പലപ്പോഴും പറയും. ഈ ചർച്ചയിലിരിക്കുന്ന സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ വേദന നമ്മൾ കണ്ടു. സിദ്ധാർത്ഥൻ്റെ വിഷയത്തിലും ജിഷ്ണു പ്രണോയുടെ വിഷയത്തിലും അങ്ങനെ ഈ സംസ്ഥാനത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ചർച്ച ചെയ്ത് എത്രയോ സമാനമായ സംഭവങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞ റാമിനെ പോലെ അധ്യാപകനൊന്നും ഒരു തരത്തിലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത
മനുഷ്യമൃഗമെന്ന് തന്നെ മൃഗത്തിനെ പോലും നാണിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ജീവി അവിടെ ഈ ഇത്രയും കാലം അധ്യാപനം നടത്തിയെന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അപമാനകരം തന്നെയാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരും ഞങ്ങൾക്കും തലകുനിക്കേണ്ടി വരുന്നത്. കാരണം ഇവിടെ ചില വസ്തുതകൾ കൂടി ചൂണ്ടിക്കാണിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കേവലം ഈ പറഞ്ഞ ദന്തൽ കോളേജ് മാത്രമായിരുന്നില്ല. ദന്തൽ കോളേജും ഫാർമസിയും എഞ്ചിനീയറിംഗ് കോളേജും ഈ പറഞ്ഞ മെഡിക്കൽ കോളേജും. ഇന്ന് ആ അഞ്ചരക്കണ്ടി ക്യാമ്പസിനകത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളില്ല. ഇവിടെ ഇപ്പോഴും മൗനം തുടരുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ ഹാഷ്മി. ആ രാഷ്ട്രീയത്തിന്റെ പോയിട്ട് സംഘടനയുടെ പോയിട്ട് ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിനും ഒരു നേതാക്കൾക്കും ഒരു പ്രവർത്തകർക്കും ആ ക്യാമ്പസിൽ ഇപ്പോൾ ധൈര്യപൂർവ്വം പുറത്തു വന്ന ആളുകൾ പോലും, ഇന്ന് യൂണിറ്റ് എടുക്കുന്ന ആളുകളെ പോലും, ഇന്ന് KSUവിന്റെ യൂണിറ്റ് എടുക്കാൻ അല്ലെങ്കിൽ SFIയുടെ യൂണിറ്റ് എടുക്കാൻ വരുന്ന ആളുകളെയൊക്കെ ക്യാമറ വെച്ച് നിരീക്ഷിക്കുന്ന, അവരോട് സംസാരിക്കുന്ന, പുറത്തുനിന്ന് വരുന്ന ആളുകളോട് സംസാരിക്കുന്ന, ആ പ്രകടനത്തിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന ആളുകളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയുള്ള സംവിധാനം ആ ക്യാമ്പസ് ഭരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ചില പിന്തുണകളുമുണ്ട്. ആ പിന്തുണകൾ തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ആ ക്യാമ്പസ് ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിനപ്പുറത്തേക്ക് ഒരു ഏകാധിപത്യ ഫാസിസ്റ്റ് കോട്ടയെ പോലെ ഈ പറഞ്ഞ റാംമാർ അടിഞ്ഞാടുന്ന ഒരു കേന്ദ്രമായി അവിടെ വളർത്തിയെടുത്തതിന് പിന്നിൽ കൃത്യമായ ചില പിന്തുണയുണ്ട്. ഈ ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് ഈ ക്യാമ്പസ് അഞ്ചരക്കണ്ടി ഏക്കർ കണക്കിന് വിശാലമായ ഈ ക്യാമ്പസ് അന്തരീക്ഷത്തിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ആ ക്യാമ്പസിന്റെ ഒരു അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ച്, അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, കാലിത്തൊഴുത്തിനേക്കാൾ കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. ഈ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് അകത്ത് കയറി നോക്കിയാലുള്ള അവസ്ഥ അതിനേക്കാൾ ഭീകരമാണ്. ഈ രീതിയിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പോലും ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇതിനൊക്കെയുള്ള പിന്തുണ ആർക്ക്? ആ പിന്തുണയും ധൈര്യവും തന്നെയാണ് ഇന്ന് ഈ സമയം വരെ 4 ദിവസം പിന്നിട്ടും ആ കോളേജിന്റെ മാനേജ്മെന്റ് ഒരു അക്ഷരം ഉരിയാടാത്തത്. പോലീസ് ഈ റാം ഉൾപ്പെടെയുള്ള അധ്യാപകരെ സംരക്ഷിക്കാൻ ഈ പറഞ്ഞ ആപ്പിന്റെ കഥയും ലോൺ ആപ്പിന്റെ കഥയൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നതിന്റെ പിന്നിൽ കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വന്തം മണ്ഡലത്തിൽ ഈ ക്യാമ്പസിൽ ഇങ്ങനെ ഒരു അതിദാരുണമായ ഒരു കൊലപാതകം നടന്നിട്ട് 4 ദിവസത്തിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതെങ്ങനെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ഈ തുടക്കത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിലെങ്കിലും പലതവണ മാധ്യമങ്ങളിലൂടെ ചർച്ചകളിൽ സമരങ്ങളിലെല്ലാം ഈ വിഷയം മുഖ്യമന്ത്രി ഒന്ന് പ്രതികരിച്ചില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ട് പോലും അതിലൊരു പ്രതികരണം ഉണ്ടായില്ല. എങ്ങനെ ഇന്ന് വന്നത്? ഇന്ന് അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഇടയിൽ ഒരു പാരഗ്രാഫായി ഉൾക്കൊള്ളിച്ച് നിതിൻ രാജിന്റെ വിഷയം സൂചിപ്പിച്ച് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസ്സറിഞ്ഞുള്ള പ്രതികരണമല്ല. ഈ പറഞ്ഞ കോടികൾ മുടക്കിയിട്ടുള്ള PR ഏജൻസി ഈ വിമർശനങ്ങളും പൊതുസമൂഹവും ഒക്കെ ഇത് കാണുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അംബേദ്കർ ജയന്തിയുടെ പോസ്റ്റിനകത്ത് തിരികെ കയറ്റിയിട്ടല്ലാതെ ആത്മാർത്ഥയുടെ കണികയിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു പ്രതികരണമായിട്ട് അതിനെ നോക്കിക്കാണാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് ഈ സഹോദരി ഉൾപ്പെടെ, അമ്മ ഉൾപ്പെടെ, ആ അച്ഛൻ ജീവിത സാഹചര്യങ്ങളോടെല്ലാം പടവെട്ടി ആ സ്വന്തം മകന്റെ ആശ്മയോട് സൂചിപ്പിച്ചതുപോലെ ചേതനയേറ്റ ശരീരം നോക്കിക്കാണേണ്ടി വന്ന ആ പിതാവിന്റെ മുമ്പിലേക്ക് ഒരു ആശ്വാസവാക്കുമായി മുഖ്യമന്ത്രിക്ക് പോകാമായിരുന്നു. ഇത് തന്നെയാണ് ഈ പോലീസിന്, ഈ ഭരണ സംവിധാനത്തിന് ഇപ്പോഴും ഈ റൂട്ട് തിരിക്കാൻ, ലോൺ ആപ്പിലേക്ക് കഥകൾ മെനയാൻ, ഇപ്പോഴും പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് നിതിൻ രാജിനെ കുറ്റക്കാരനാക്കാൻ, പ്രതിസ്ഥാനത്ത് നിർക്കാൻ വ്യഗ്രത ഉണ്ടാകുന്നത് ഈ പിൻബലം തന്നെയാണ്. ആരാണ് ഈ ക്യാമ്പസിന്റെ മാനേജ്മെന്റ്? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഏതെങ്കിലും ഒരു പേര് ഇന്ന് ഈ സമയം വരെ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടോ? ഏതോ ജബ്ബാർ ഹാജിയുടെ പേര് കേൾക്കുന്നതല്ലാതെ അരൂപികളാണ്. അവർ പുറത്തേക്ക് വരില്ല, അവരുടെ ആൾക്കാരും പുറത്തേക്ക് വരില്ല. അവരുടെ ഏതോ പ്രതിനിധി അങ്ങോട്ടേക്ക് അയക്കും. ആ പ്രതിനിധി ചോദിക്കുന്നത് എന്താണ്? ആ പ്രതിനിധി അപക്വമതിയായ പ്രതിനിധി ചോദിക്കുന്നത് എന്താണ് ഈ പറയുന്ന എന്താ റാമിന്റെ നിറം കറുത്തതല്ലേ, അതുകൊണ്ട് അയാൾ വേറൊരു കറുത്താൾ അധിക്ഷേപിക്കുമോ? അത്ര വിവരമില്ലാത്ത ആളെയാണ് വിട്ടേക്കുന്നത് ഈ കുട്ടികളുമായി ചർച്ച നടത്താൻ. എങ്ങനെ ഇരിക്കുന്നു? ആ നിലവാരം കുറഞ്ഞ ആളുകളാണ് ഈ പറഞ്ഞ ഇതുപോലുള്ള റാമിനെ പോലുള്ള ആളുകളെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. ചുരുങ്ങിയ പക്ഷം പോകട്ടെ, ഇത്രയും കേസ് വകുപ്പ് ജാമ്യമില്ല ഒളിവിൽ കഴിയുന്നതും സംരക്ഷിക്കുന്നതൊക്കെ പോട്ടെ, ഈ മാനേജ്മെന്റിന് ഇവരെ ഒരു വരി കടലാസിലൊന്ന് പുറത്താക്കാൻ ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ ഇത്രയും വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി വന്നില്ലേ? ഞങ്ങൾ അവരുടെ ധൈര്യത്തെ സമ്മതിക്കുകയാണ്. കാരണം സ്വന്തം ജീവിതം തന്നെയാണ് എല്ലാവർക്കും വലുത്. സ്വന്തം പഠനവും അവരുടെ ജീവിത നിലവാരവും ഒക്കെ മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിമിതമായ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് ഈ പറഞ്ഞ കുട്ടി ആർച്ച് ഉൾപ്പെടെയുള്ള നിരവധിയായ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കാൻ വരുന്നത്. തങ്ങൾ ഭാവിയിൽ ഈ പറഞ്ഞ ഇന്റേണൽ മാർക്കിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ അക്രമികളാണ് ഇവന്മാർ ഉപദ്രവിക്കും. ഈ ഫോട്ടോയും എടുത്തു വെക്കുന്നത് എന്തിനാണ്? അവരെ ഇന്റേണൽ മാർക്ക് തോപ്പിക്കാനാണ്, ഓരോന്നോരോന്ന് പറഞ്ഞ് ക്ലാസ് ഇയർബാക്കാക്കാനാണ്. അവർ മനുഷ്യത്വ വിരുദ്ധരായ ക്രൂരാണ്. അപ്പോൾ അവരവരെ നോക്കിക്കൊള്ളുന്ന പറഞ്ഞ് വിട്ടുകൂടാ. നമ്മൾ അവരുടെ പിന്നാലെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ഈ ഇവന്മാർ കൊല്ലാക്കൊല ചെയ്യും. ഞാൻ എത്താം.
അതിൽ എനിക്ക് തോന്നുന്നൊരു മെസ്സേജ് ഞാൻ വായിക്കാം. ആൻഡ് അബൌട്ട് ദ മെൻറ്റാലിറ്റി ഓഫ് ദ സ്റ്റാഫ്. നമ്മൾ അവരുടെ ഔദാര്യത്തിൽ അവിടെ പഠിക്കുകയാണെന്ന ആറ്റിറ്റ്യൂഡൊക്കെ അവരുടെ മൂഡ് അനുസരിച്ച് നമ്മൾ മാറണം. അവർക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അത് തീർക്കാനുള്ള മെഷീൻസാണ് നമ്മൾ. കരയാൻ പാടില്ല, അത് ക്രൊക്കഡൈൽ ടിയറാണ്. അത് നമ്മളെ ഒരു കാര്യമില്ലാണ്ട് അക്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സത്യം പറയാൻ പാടില്ല, അത് ബാക്ക് ആൻസറിങ് ആകും. മിക്കപ്പോഴും ആ കോളേജിൽ നിന്ന് ചാടി ചാവാൻ തോന്നും. ഒരു പെൺകുട്ടി അയച്ച മെസ്സേജ് അതിൽ എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ 2009 മുതൽ ഈ റാമും ഓരോരോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ പേരുകൾ കുട്ടികൾ പറയുന്നുണ്ട്. ഒരു ക്യാമ്പസ് അവിടെ ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തുടരുക, ആരും അറിയാതെ. ഒരു നിതിൻ പാവം ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. അതിൽ തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിതിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ പുറം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പസിൽ നടക്കേണ്ട പ്രവർത്തനങ്ങളാണോ ഇതെല്ലാം എന്നുള്ളത് നമ്മുടെ നെട്ടലോടുകൂടി തന്നെയാണ് ഉളവാക്കുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകന്റെ നേതൃത്വം എന്നുള്ള നിലയിൽ തീർച്ചയായും ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഏറ്റെടുക്കണമെന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ സ്വാശ്രയ കോളേജുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല, മറിച്ച് ഒന്ന് കൂടിച്ചേർന്നിരിക്കാൻ ഒഴിവ് വേളകളിൽ ഒരു അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ഫ്രീ ആയി സംസാരിക്കാൻ പോലുമുള്ള ഇടവേളകളില്ലാത്ത ഒരു കേന്ദ്രമായി കേവലം വിദ്യാർത്ഥികൾ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു കേന്ദ്രങ്ങളായി ഈ സ്വാശ്രയ കോളേജുകൾ മാറുന്നു എന്നുള്ള അപകടകരമായ അവസ്ഥയാണ് നേതൃത്വത്തിൽ ഈ നിതിന്റെ ആത്മഹത്യയും അതിനെ തുടർന്ന് അവിടുത്തെ വിദ്യാർത്ഥികളും ഇവിടുത്തെ അവരുടെ ശബ്ദ സന്ദേശങ്ങളും വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ബൈറ്റുകളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഇത് കേവലം ഒരു വൈകാരികമായി ഏതെങ്കിലും കേന്ദ്രങ്ങളിലേക്ക് മാത്രം ചുരുക്കി കാണേണ്ട പ്രക്രിയയല്ല, മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചതോടുകൂടി മാനേജ്മെന്റുകൾക്ക് അധ്യാപകർക്ക് എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയെ പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർ തീരുമാനിക്കുക അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനാനുമതിയില്ല. അതുകൊണ്ട് ഒരു ചെകുത്താൻകോട്ടയിൽ ഈ പറയുന്ന കാളകളെ കശാപ്പ് ചെയ്യുന്ന ഈ പറഞ്ഞ കൊലമുറികളായ ക്ലാസ് മുറികൾ മാറട്ടെ എന്ന് വരെ നമ്മൾ മാറി നിൽക്കുക. അതിൽ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്കടക്കം വിദ്യാർത്ഥികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? ബാക്കി ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകൾക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലഘട്ടങ്ങളായി സ്വാശ്രയ മേഖലയിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോലും ഇതിന്റെ മുന്നേ വിഷയങ്ങൾ ഉണ്ടായി ഉടലെടുത്ത സമയങ്ങളിൽ അവിടുത്തെ വിദ്യാർത്ഥികളുടെ നിരവധി പ്രശ്നങ്ങൾക്കകത്ത് ഇടപെട്ടിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ്, അവിടെ സമരങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. പക്ഷെ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താണ്? ഈ മാനേജ്മെന്റിന്റെ അവരുടെ സ്വയംഭരണാധികാരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സമരങ്ങളുടെ ഭാഗമായി വന്ന അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ ഇത്തരം പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ളത് പുറം ലോകത്ത് എത്തിക്കുന്ന ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ മാനേജ്മെന്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ സ്വാശ്രയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും കയറി ചെല്ലാനും അവിടെ വിദ്യാർത്ഥി സംഘടനകളെ രൂപപ്പെടുത്താനും അവിടെ വിദ്യാർത്ഥികൾക്ക് തുറന്നു പറയാൻ ധൈര്യത്തോടു കൂടി അവരുടെ അവകാശ ലംഘനങ്ങളെ കുറിച്ച് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായ പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറയാനുള്ള വേദികൾ രൂപപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് ഈ പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി. ഇന്റേണൽമാർക്ക് എന്നൊരു ദുഷ്ടായുധം ഉറവക്കലുണ്ട്. എന്തെങ്കിലും കമാന്ന് വേണ്ടിയാൽ അത് വെച്ച് ഉപദ്രവിക്കും, എന്നിട്ട് ഈ പറഞ്ഞ ഇയർ ബാക്ക് ആക്കും, നശിപ്പിക്കും, ഭാവി തുലയ്ക്കും, 5 വർഷത്തെ കോഴ്സ് 10 വർഷമാക്കും. അത് കഴിയുമ്പോഴേക്കും അവരുടെ ജീവിതം കട്ടപ്പോഹ. അതാവാതിരിക്കാൻ ഒരു സംവിധാനം ഉണ്ടാവണം. അധ്യാപകർ പീഡിപ്പിക്കുകയാണെങ്കിൽ പേരും ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ കൃത്യം ആൾക്കാരോട് പറയാനുള്ള ഒരു സംവിധാനം ഇനിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല എന്നത് പ്രശ്നമാണ്. ശ്യാമരാജ് ആദ്യം തന്നെ SC/ST കമ്മീഷൻ പരാതി അയച്ചതിൽ അഭിനന്ദനങ്ങൾ. അതിൽ തുടർ നടപടികൾ നടക്കുകയാണ്, നല്ല കാര്യം. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അതിൽ പക്ഷേ തുടർ നടപടി ഏത് രീതിയിൽ എത്രയാവും എന്ന് കാത്തിരുന്ന് കാണാം. ശ്യാമരാജും ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിച്ച ആളാണ്. ഞാനൊക്കെ പഠിക്കുന്ന കോളേജിൽ പുഴുത്ത പട്ടി എന്ന് വിളിക്കാൻ ഒരു അധ്യാപകനും ധൈര്യപ്പെടില്ല. ധൈര്യപ്പെട്ടാൽ ഓൺ ദ സ്പോട്ട് കിട്ടുമെന്ന് അറിയാവുന്നുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ പുഴുത്ത പട്ടി എന്ന് വിളിക്കുന്നത് എനിക്ക് അത്ഭുതമായിരുന്നു. അതിനുശേഷം പിന്നാലെ ഞാൻ ഒരു തൊട്ട അവിശ്വസനീയതയോടാണ് അത് കേട്ടത്. അതിന് പിന്നാലെ വരുന്ന ഓരോരോ പ്രതികരണങ്ങൾ പുഴുത്ത പട്ടി എന്നൊന്നുമല്ല, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് തെറിയാണ് ഇവന്മാർ വിളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ. ശ്യാംരാജ് തുടങ്ങി വെച്ച നടപടികൾ അതിൻ്റെ ചൂട് വാർത്താ ചൂട് മാറുമ്പോൾ വിട്ടുകളയരുത്, അതിൻ്റെ പിന്നാലെ ഉണ്ടാവണം. കാര്യം ശ്യാംരാജിൻ്റെ ആ നടപടി അടക്കം രക്ഷിക്കുന്നത് ഒരുപക്ഷെ ആ കുട്ടികളുടെ ബാക്കി കുട്ടികളുടെ ജീവനായിരിക്കും. ശ്യാം,
ഹാഷ്മി, തീർച്ചയായിട്ടും അത് ഒരു വാർത്താ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതൊന്നും അല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ആളുള്ള 2017 ജിഷ്ണു പ്രണോയിയുടെ കൊലപാതക മരണം ഉണ്ടായപ്പോൾ ആ സമയത്ത് ഞാൻ ABVPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് ഞങ്ങൾ കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ മൊത്തം ഒരു യാത്ര നടത്തി ഇത്തരത്തിലുള്ള രാക്ഷസ കോട്ടകളുടെ ഒരുപാട് കോട്ടകൊത്തളങ്ങൾ ഞങ്ങൾ പൊളിച്ചതാണ്. അതിനുശേഷം അന്ന് ABVPയുടെ ഞങ്ങളുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളമുള്ള ചെറുപ്പക്കാർ വിദ്യാർത്ഥികളൊക്കെ തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോട്, ചെറുപ്പക്കാരോട് അതിനുശേഷം നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യാൻ വേണ്ടി തയ്യാറാകണം. ഇമാതിരി ആളുകളെയൊന്നും ക്യാമ്പസിൽ വെച്ചിരുത്താൻ വേണ്ടിയിട്ട് പാടില്ലെന്നേ. നിങ്ങൾ പേടിക്കേണ്ട. കേരളത്തിൻ്റെ പൊതുസമൂഹം മുഴുവൻ, അത് രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങളോടൊപ്പം തന്നെയാണ് എൻ്റെ വിദ്യാർത്ഥികളെ. നിങ്ങൾ ഒരു കാരണവശാലും ഇതിനകത്ത് ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. പരിപൂർണമായിട്ടുള്ള പിന്തുണ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ഇന്നലെയുമൊക്കെ ആയിട്ട് പുറത്തു വന്നിരിക്കുന്ന ഇപ്പോൾ 1-2 കുട്ടികളാണെങ്കിൽ കൂടി നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് കാണിച്ച ധൈര്യത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ പുറത്തേക്ക് പോവാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ ചെറുതാണ് കാശ്മി. നമ്മൾ കേട്ടതൊക്കെ ചെറുതാണ്, കുന്നു മാത്രമാണ്. വലിയ മല ഇനി വരാൻ വേണ്ടി കിടക്കുകയാണ്. ആ മലയെക്കുറിച്ച് മൊത്തം പറയാൻ വേണ്ടി ആ ക്യാമ്പസിലെയും കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലെയും ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ പുറത്തേക്ക് വരണം. അവർക്ക് പരിപൂർണ പിന്തുണ, കേവലമായിട്ടുള്ള വാർത്താ പ്രാധാന്യത്തിന് അപ്പുറത്തേക്കുള്ള പരിപൂർണ പിന്തുണ അന്നും ഇന്നും ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ 24-ന്റെ മധ്യ ഞാൻ അവിടുത്തെ ആ വിദ്യാർത്ഥികളോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഒരു കാര്യം കാശ്മീർ പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഈ കേന്ദ്ര പട്ടികജാതി കമ്മീഷന് പരാതി കൊടുക്കുന്നത് മിനിയാന്ന് 12-ാം തീയതി മാനന്തവാടിയിൽ നിന്ന് ഇലക്ഷൻ്റെ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ ഒരു പരാതി കൊടുക്കുന്നത്. അത് കിഷോർ മർക്വാജി എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട്, എനിക്കവിടെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്ന കാരണം ആദ്യം ഫോണിൽ വിളിച്ചിട്ട് പിന്നീട് മെയിൽ ചെയ്തുമാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ഹാഷ്മിൻ്റെ ഒരു ഒറ്റ ചോദ്യം, ഈ മാനന്തവാടിയിൽ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട് മാനന്തവാടിയിൽ നിന്ന് ചുരമിറങ്ങുന്ന P. ശ്യാംരാജിന് തോന്നിയിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എങ്കിലും നമ്മുടെ കേരളത്തിലെ SC/ST വകുപ്പ് മന്ത്രിക്ക് തോന്നാത്ത എന്താ? ഒരു ചോദ്യമല്ല കാശ്മീർ, ഒന്ന് ആലോചിച്ചോണം. എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ഇതുവരെയായിട്ടും ഈ നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ഒരു മരണമോ കൊലപാതകമോ നടന്നിട്ട് ദിവസം 4 കേരളം ഒട്ടാകെ ചെറുപ്പക്കാരനും കുടുംബത്തിനും ഒപ്പം നിന്നിട്ടും ആ അമ്മയുടെ കണ്ണീര് കാണാൻ വേണ്ടിയിട്ട് പറ്റാതെ TV പോലും ഓഫ് ചെയ്ത് വെക്കുന്ന അവസ്ഥയുണ്ടായിട്ടും കേരളത്തിൻ്റെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ഒരക്ഷരം ഉരിയാടിയിട്ടില്ലെന്നേ. ഒരു നമ്മളൊക്കെ ആണെങ്കിൽ എന്താ, ഈ ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യും? നമ്മൾ ആ വീട്ടിൽ പോകും, ആ കുടുംബത്തെ ആശ്വസിപ്പിക്കും. മരിച്ചു പോയത് തന്നെയാണ്, അതിനകത്ത് ആ നഷ്ടം നികത്താനാവും മാത്രമാണ്. പക്ഷേ അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒരു പ്രസൻസ് ഉണ്ടാകേണ്ടത് കാശ്മീർ. ഇവരൊക്കെ എന്ത് സർക്കാരാണ്? ഇവർക്ക് എന്ത് അധികാരികളാണ്? എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല. ഒരു SC/ST കമ്മീഷൻ എന്ന് പറഞ്ഞ ആൾ കേരളത്തിലുണ്ടെന്ന് പറയും. ഇതിനകത്ത് ഒരു ദുഃഖകരമായിട്ട് കാര്യം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ കേസ് എടുത്ത് ഇന്നലെ രാവിലെയാണ് അദ്ദേഹം എനിക്ക് വാട്സപ്പിലും അതോടൊപ്പം തന്നെ മെയിലിലും ആ അദ്ദേഹത്തിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെറ്റർ വിടുന്നത്. അതിനുശേഷമാണ് കേരളത്തിലെ പട്ടികവർഗ കമ്മീഷൻ അവരൊന്ന് ഉരിയാടാൻ വേണ്ടിയിട്ട് പോയത്. ഒന്ന് ആ വീട് സന്ദർശിക്കേണ്ടത് കാശ്മീർ, ഒന്ന് ആ വീട് സന്ദർശിക്കേണ്ട. ഇവർ ചെയ്യുന്ന ജോലിയോടോ അല്ലെങ്കിൽ ഇവർ ഇരിക്കുന്ന ആ അധികാര സ്ഥാപനങ്ങളോടോ ഉള്ള ഇവരുടെ കമ്മിറ്റ്മെന്റ് നത്തിങ്, ഒന്നുമില്ല. രോഹിത് മൊബൈലിയുടെ കാര്യത്തിൽ രോഹിത് മൊബൈൽ സീരിയസ് പ്രശ്നം തന്നെയാണ്. സമാനമായ ഒരു പ്രശ്നത്തിൽ രോഹിത് മൊബൈലിയുടെ കാര്യത്തിൽ കണ്ടം കവിത എഴുതിയ എഴുത്തുകാർക്ക് ഇതിൽ കവിത എഴുതണ്ട. സാംസ്കാരിക ബുദ്ധിജീവികൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. കൊക്കസാക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. ആർക്കും പ്രശ്നങ്ങളില്ല. ജസ്റ്റിസ് ഫോർ നിതിൻ എന്ന് പറയുന്ന ആ കോളേജിലെ കുട്ടികൾ മാത്രം ഇടുന്ന ഹാഷ്ടാഗ് മാത്രമാവും. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഒരു മൗനമുണ്ട്. ആ മൗനത്തിൽ പെട്ടതായിരിക്കും ഒരുപക്ഷെ താങ്കൾ പറയുന്ന കാര്യം. ശ്യാം, അതാണ് കാശ്മീരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇതിനകത്തുണ്ട്. അവിടെയാണ് നമ്മൾ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കടക്കേണ്ടി വരും. നോക്കൂ, ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ നിന്ന് വളരെ നമുക്ക് വിസിബിൾ ആയിട്ടൊരു നിശബ്ദത കേരളത്തിലെ ദളിത് ട്രൈബ്സിന്റെ കാര്യത്തിലുണ്ട് കാശ്മീർ. ഇത് എത്രാമത്തെയാ? മധുവിൻ്റെ കൊലപാതകം നടന്നപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? മധുവിൻ്റെ കൊലപാതകം നടന്നതിന് ശേഷമാണ് മധുവിൻ്റെ കൊലപാതകത്തിലെ പ്രതിയായിട്ടുള്ള ഷംസുദ്ദീനെ പിടിച്ചിട്ട് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയെന്ന്. ഇതിനകത്ത് ധാർമ്മികത എന്ന് പറയുന്ന ഒന്നില്ലേ? ഒന്ന് ആലോചിച്ചോളൂ, ഒരു പ്രതിയായിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആക്കുകയാണ്. ബിന്ദു തിരുവനന്തപുരത്തെ ബിന്ദു. അവരെന്താണ് ആ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ രാത്രിയോളം പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തിയേക്കാണ്. അവർ മാല കളവ് പോയി എന്ന് പറഞ്ഞിട്ട് മാല കിട്ടിയെന്ന് വീട്ടുടമസ്ഥ വിളിച്ചു പറഞ്ഞിട്ട് പോലും ആ പോലീസുകാരൻ അത് ബിന്ദുവിനെ അറിയിക്കാതെ അവരെ രാത്രിയിൽ ലോക്കപ്പ് ചെയ്യാൻ പാടില്ല ഉണ്ടായിട്ടും അവരെ ലോക്കപ്പിൽ വെച്ചേക്കാം. ആ പോലീസുകാരനെതിരെടുത്ത നടപടി എന്താ? ഒരു നടപടിയും വന്നിട്ടില്ലാന്നേ. ഇവിടെ സിദ്ധാർത്ഥന്റെ അമ്മ ഇപ്പൊ നമ്മുടെ ഒപ്പം ഇരിക്കും. എനിക്ക് വളരെ വിഷമമുണ്ട്, ഇത്തിരി ഒച്ചകൂടി സംസാരിക്കുന്നതിന് വളരെ വിഷമമുണ്ട്. പക്ഷെ സിദ്ധാർത്ഥന്റെ അമ്മ പറയുന്നത് നമുക്കൊരു വേദന ഉണ്ടാവണ്ടേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അധികാരികൾക്ക്, ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകൾക്ക് ഒരു വേദന ഉണ്ടാവാത്തത് എന്താ? ഹാഷ്മി, നമുക്കൊക്കെ തോന്നുന്ന ഒരു സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരാൾക്ക് തോന്നുന്നൊരു വേദന ഇതിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്ന ഇത് ചെയ്യേണ്ട ആളുകൾക്ക് തോന്നാത്തത് എന്താ? മറുവശത്ത് സംഭവിക്കുന്നത് എന്താ?
ഇപ്പോൾ നിതിൻ്റെ കാര്യത്തിൽ മറുവശത്ത് സംഭവിക്കുന്നത് 14,000 രൂപ. ഒന്നാലോചിക്ക്, 14,000 രൂപയുടെ ലോൺ എടുത്തതും കൂടി കൊണ്ടാണ് നിതിൻ്റെ മരണമെന്ന് പറയുന്നത് കണ്ണൂർ SP ആണ്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്ത് തെളിവാ? അദ്ദേഹം നമ്മുടെ പയ്യൻ, ആ ചെറുപ്പക്കാരൻ, നമ്മുടെയൊക്കെ അനുജൻ, അവൻ മരിച്ചിട്ട് മരണപ്പെട്ടിട്ടോ കൊല്ലപ്പെട്ടിട്ടോ വെറും 4 ദിവസമായി കഴിഞ്ഞപ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കാരണം? അല്ല ശ്യാമേ, അന്ന് രാത്രി അമ്മ കരഞ്ഞ അമ്മയുടെ വല്ലാത്ത കണ്ണീര് കേരളം കണ്ട എന്താണ്, അവിടെ സ്വന്തമായിട്ട് വീടില്ലാതെ വാടക വീടിന്റെ മേശപ്പുറത്ത് അവിടെ ആൾക്കാരെ കാണാൻ വെച്ച് അപ്പുറത്തെ പറമ്പിൽ ശവസംസ്കാരം ഞാൻ രാത്രി പറഞ്ഞു SP വന്നെന്ന് പറഞ്ഞു ലോണാപ്പിന്റെ കാര്യം. എന്തിനാണ് അപ്പൊ രാത്രി കണ്ണൂർ SP എത്ര തിടുക്കമാണ് എന്റെ കാശ്മീർ ആലോചിച്ച് നോക്ക്. എത്ര തിടുക്കമാണ്. ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് അവന് ചെയ്തടങ്ങുന്നതിന് മുമ്പ്, കാര്യകാരണം എന്തെന്ന് അറിയുന്നതിന് മുമ്പ് SP പറയാണ് ഇതിന്റെ കാരണം ഇതാണ്. ഇവരൊക്കെ ആരെയാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഈ SP കണ്ണൂർ SP ആരെയാണ് കാശ്മീർ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവിടെയാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. സിസ്റ്റവും ജോർജ് ജോസഫ് ഇവിടെ ഈ ദിവസങ്ങളിൽ നമ്മളെ ചില ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരുടെ ആവശ്യം ഇതിന്റെ മറുവശം അറിയണമെന്നാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും എന്താ മറുവശം വേറെന്തൊക്കെ ഉണ്ട്, വേറെന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എന്താണെന്ന് ടു ദ പോയിന്റ് പറയാൻ പറഞ്ഞാൽ ഇല്ല. അതേസമയം ഇവന് ഭയങ്കര കടങ്ങൾ. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കും ഏതൊക്കെ കടം? അത് ആപ്പിലെ കടം എത്ര രൂപ അറിയില്ല. ആപ്പിലെ കടം 14,000 രൂപ, അത് മാത്രമാണ് ഇതിനുള്ള കടം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നിതിൻ എന്തോ വേറെ ദുരൂഹതയാണ്, വേറെന്തൊക്കെയോ പ്രശ്നമുള്ളവനാണ്. അപ്പോൾ കാരണം ഈ പറഞ്ഞ ജാതി പ്രശ്നമൊന്നും അല്ലാന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ബോധപൂർവമായ ഓപ്പറേഷൻ ഈ ദിവസം നടന്നുകൊണ്ടിരിക്കുക. അതുപോലെ പലർക്കും ഫോൺ വന്നിട്ടുണ്ടാകും. ജോർജ് ജോസഫ്, ഇവിടെ അന്വേഷണം നേരായ വഴിക്കല്ല എന്ന് കുടുംബം സംശയിച്ചാൽ അവരെ ഭരിക്കാൻ പറ്റുമോ? അന്വേഷണം നേരായ വഴിക്കല്ല, അത് ഉറപ്പ് തന്നെ. ഞാനത് കഴിഞ്ഞ ദിവസം ഞാനത് ഇന്നലെയും പറയുകയുണ്ടായി. കാരണം അവിടെ എന്തിനാണ് ഈ ഫൈനാൻസിൻ്റെ ആപ്പ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം പോലീസ് സഞ്ചരിക്കുന്നത്? അതേപ്പറ്റി ഒരു FIR എടുത്തെന്ന് പറയണേ. ഏത് നാട്ടിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ? അത്യാവശ്യമായിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് ഈ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണം. നമ്മളുണ്ടല്ലോ സിദ്ധാർത്ഥ്, നമ്മളെ പൂക്കോട്ടൂര്, നമ്മുടെ ഒരു അനുഭവം നമ്മളില്ല. ആ ചെറുക്കനെ വിളിച്ചു വരുത്തി 3 ദിവസം പീഡിപ്പിച്ച് കൊന്നിട്ട് ഇന്ന് വരെ അതൊരു കൊലക്കേസിലോട്ടല്ല പോകുന്നത്. ആ അമ്മയുടെ വേദനയൊക്കെ നമ്മൾ കണ്ടു, നമ്മളൊക്കെ അതിനോട് ചേർന്ന്. ഇവിടെ ഇപ്പം നിതിൻ രാജിൻ്റെ അമ്മ, അവരുടെ സഹോദരിമാർ, അവരുടെ വേദന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തിനാണ് പോലീസ് ഈ പുതിയ കഥ, ഈ ആപ്പ് ലോൺ പൊക്കിക്കൊണ്ട് വരുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരവിടെ പ്രതിയാക്കിക്കോളൂ, അതല്ലല്ലോ പ്രശ്നം. അവിടെ ജാതിവെറിയാണല്ലോ ആ കുട്ടിയെ മാനസികമായി ഇത്രയോ നാളും കഴിഞ്ഞ ഒരു വർഷത്തോളം അവിടെ ആ കോളേജിൽ എന്ന് അഡ്മിഷൻ എടുത്തോ, ഫ്രം ദ വെരി ഫസ്റ്റ് ഡേ ഈ റാമും സംഘവും അവനെ ഉന്നവിടുന്നു, സ്കെച്ച് ചെയ്യുന്നു. അതിനുശേഷം ഓരോ ദിവസവും എന്ന് പറഞ്ഞ ക്ലാസ്സിൽ അധിക്ഷേപം അവരെ പരമാവധിയിൽ എത്തിച്ചതിന് ശേഷം തള്ളിയിട്ട് കൊന്നു എന്നാ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ മാനസികമായി ആത്മഹത്യയാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇത് മൊത്തം റദ്ദായി, എല്ലാം ആപ്പാ. എന്തോ ആപ്പ് അല്ല, ഞാൻ ആ അമ്മയുടെ പ്രതിയാക്കിയാൽ പോരെ? ഇനി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അവരെ പ്രതിയാക്കണമെന്ന്. അതെല്ലാം 98 മെസ്സേജും കോളുമായിട്ട് ആ കുട്ടിയുടെ വന്നെന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ പ്രിൻസിപ്പളിനും അവിടുത്തെ റാമിനും അവിടുത്തെ ടീച്ചർമാർക്ക് എന്താണ് ഇതിനകത്ത്? അവർക്ക് ഒരു അധികാരം എന്താണ്? അവരുടെ വീട്ടുകാർ ഇനി എടുക്കും അവിടുത്തെ കുട്ടികൾ. അതെങ്കിലും വിഷമിച്ച് പഠിക്കുന്ന കുട്ടികളല്ലേ, അവർ ആപ്പിൽ നിന്ന് ലോൺ എടുക്കും. ചിലപ്പോൾ അവരുടെ പഠനം കഴിഞ്ഞായിരിക്കാം അത് തിരിച്ചടയ്ക്കുന്നത്. അത് ഈ അധ്യാപകർക്ക് എന്താ അതിനകത്ത് ഈ പ്രശ്നം? അത് തന്നെയല്ലേ ഒരു ലേഡി അധ്യാപികയുടെ അങ്ങോട്ടൊരു ഫോൺ കോൾ വന്നെന്ന്. അത് ഈ ആപ്പിൽ നമ്മൾ ലോൺ എടുക്കുന്നവരെല്ലാവരും നമ്മൾ പരിചയമുള്ളവരത്തൊക്കെ അവർ കരുതി വിളിച്ചുകൊണ്ടിരിക്കും. അതും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഏതവനായാലും ശരി, അന്വേഷണം അടിയന്തരമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അവരെ കൂടെ പ്രതിയാക്കി മുന്നോട്ട് പോയാൽ പോലെ അതിനൊരു FIR എടുക്കുന്നത് എന്താണ്? അത് ചില കാര്യങ്ങൾ പ്രൊട്ടക്ഷനാണോ? ഈ ചെറുക്കനെ നമ്മൾ വിചാരിക്കുന്നില്ല, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള, ഇത്രയും അധിക്ഷേപം ഉണ്ടായിട്ടും അത് പിടിച്ചു നിൽക്കാൻ കഴിവുള്ള, അത് തന്നെയല്ല ആ ക്ലാസ്സിലെ ലീഡറും എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം ഇവനെയാണ് ഏൽപ്പിക്കുന്നത്. അത് തന്നെയല്ല മെറിറ്റിൽ 2 പ്രാവശ്യം തോറ്റ് എന്നിട്ട് 3ാമത് എഴുതി മിടുക്കനായി വന്നു കയറിയവനാണ്. നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ? ആ കോളേജിലെ ആ സാറന്മാരെ പ്രവർത്തനം അയാളെ തീർച്ചയായിട്ടും അവരെയൊക്കെ റിമൂവ് ചെയ്ത് കളയും. എന്തിനാണ് ഇവർക്കൊക്കെ ഡോക്ടറേറ്റ് കൊടുക്കുന്നത്? ഒരു മനുഷ്യനായിട്ട് കാണാൻ കൂടി പറ്റുന്നില്ലല്ലോ ഇവർക്ക്. ആ കൊച്ചിന് ഒരു സാറന്മാരും ഇല്ലായിരുന്നു. ആ ക്ലാസ്സിൽ അവസാനമായി മരിക്കുന്നതിന് മുമ്പ് 11 മണിക്ക് അവിടെ വിളിച്ചു വരുത്തി പ്രിൻസിപ്പളും യുവമാരും എല്ലാവരും ആ കുട്ടിയെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. അവിടെ ഇനി പഠിക്കണോ ഇല്ലയോ എന്ന് ആ കൊച്ചിന് സംശയമായി. കാരണം 1-2 അധ്യാപകരെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് വിചാരിച്ചിരുന്ന കുട്ടി ഒന്നിച്ച് ആ പ്രിൻസിപ്പളിൻ്റെ മുറി വിളിച്ചുകൊണ്ട് ഇരുത്തി അധിക്ഷേപിച്ച് വിട്ടിരിക്കുകയല്ലേ. ഇനി എങ്ങനെയാണ് അവിടെ പഠിക്കുന്നത്? അയാളെടുത്ത് ചാടി. അപ്പോൾ അതിലേക്ക് നയിച്ചത് യുവമാരാണ്. അവരെ ഒരാളെ 2 പേരെയല്ല, ആ അന്ന് പ്രിൻസിപ്പളിൻ്റെ മുറിയിരുന്ന് എത്ര പേര്, പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ
അവരെ മുഴുവൻ ഈ കേസിനകത്ത് പ്രതിയാക്കണ്ടേ? അന്വേഷണം അങ്ങനെയല്ലേ പോകുന്നത്? അതുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം. അവിടുത്തെ SP തീർച്ചയായിട്ടും ആ SP ഉൾപ്പെടെ ഇതിനകത്ത് ഒരു പക്ഷം ചേർന്ന് നിൽക്കുകയാണെന്ന് എനിക്കിപ്പോൾ സംശയമായി. കാരണം ആ രീതിയിലല്ലല്ലോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത്. നമ്മളൊരു കാര്യം ആലോചിക്കണം. ഈ സിദ്ധാർത്ഥൻ്റെ നമുക്കറിയാം പൂക്കോട്ടൂർ, അത് അവരുടെ ആ അമ്മയുടെ വേദന ഇന്നും നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണം, പുതിയൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 3 ദിവസം ആ പയ്യനെ ഇട്ട് പീഡിപ്പിച്ച് അവസാനം ജഡ്ഡിയെ കെട്ടിത്തൂക്കിയിട്ട് അതിനവിടുത്തെ വിദ്യാർത്ഥി സംഘടന കൂട്ടുനിന്നെന്ന് ആലോചിച്ചോണം. നമ്മളിപ്പം ഇതിനകത്ത് ശ്യാംരാജ് പറഞ്ഞത് നല്ല കാര്യങ്ങളൊക്കെയാണ്. ചില വിദ്യാർത്ഥി നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരും അതിനോടൊപ്പം ചേരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാലോ കോട്ടയത്തെ അവിടുത്തെ നഴ്സിംഗ് കോളേജിലെ അവിടുത്തെ SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ അവരുടെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഒരു കുട്ടി അവിടെ മരണപ്പെട്ടു. അങ്ങനെ എത്ര സംഭവങ്ങളാണ് ഒന്നിൻ്റെ. ഇതിനൊന്നും ഒരു പരിഹാരമില്ലേ? ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ മന്ത്രിയില്ലേ? എവിടെ പോയി അവരെ ഇതുവരെ കണ്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ അവരൊക്കെ എവിടെ ആയിരുന്നു? അത് തന്നെയല്ലേ SC/ST വർഗം, അവർ മന്ത്രിയുണ്ട്. ഇവർ രണ്ടുപേരും രംഗത്ത് വന്നില്ലല്ലോ. ഇവരൊക്കെ എന്താ ഒളിക്കുന്നത്? അവർക്കൊക്കെ എന്താണ് ഉത്തരവാദിത്വം ഉള്ളത്? കാരണം ഇതുപോലെയുള്ള ആ ക്യാമ്പസുകളിൽ അവിടെ ഗുണ്ടകളും അധ്യാപകരും ഗുണ്ടകളായിട്ടൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിലാണോ? നമ്മൾ എത്ര ഈ സംഭവങ്ങൾ ഈ നമുക്ക് ജോർജ് ജോസഫ്, ഇത് ഈ കോളേജിൽ മാത്രമാണോ? ഏതൊക്കെ കോളേജിൽ എത്രയൊക്കെ റാമാനുണ്ടെന്ന് ആർക്കറിയാം? ഏതൊക്കെ രാവണൻ കോട്ടകളായി, കശാപ്പുശാലകളായി. ഇപ്പോൾ ഈ നിതിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ആ ഹോസ്റ്റലിലെ വാർഡൻ, ഈ പ്രിൻസിപ്പളിനേക്കാൾ പ്രിൻസിപ്പൾ ഞാൻ എന്നാ പറയുന്നത്, വാർഡൻ തന്നെ പറയും അത്ര ഇന്റേണൽ മാർക്കിൻ്റെ കാര്യം. എന്നിട്ട് സിക്ക് റൂമിൽ കൊണ്ട് ഇടുമായിരുന്നു. റൂം പോയിട്ട് തിരിച്ച് സിക്ക് റൂമിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ അതൊക്കെ പിടിച്ചു നിന്ന പയ്യൻ 14,000 രൂപയ്ക്ക് ആത്മഹത്യ ചെയ്തു. ഇന്ന് കേരളം വിശ്വസിക്കണം, അത് പോലീസ് വിശ്വസിക്കണം അല്ലേ? എനിക്കൊന്ന് വേറെ മെസ്സേജ് വായിക്കാം. ഇതിൻ്റെ ഒരു സംഭവം മാത്രമാണ്. ഇതിലും വൃത്തികെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ വേറെയുണ്ട്. പ്രോസ്റ്റോഡോണ്ടിക്സ്, അവിടെ ഒരു ഡോക്ടർ എ, പേര് ഞാൻ പറയുന്നില്ല, ഡോക്ടർ എ ഉണ്ട്, ഒരു സൈക്കോ. അവർ ഞാനടക്കമുള്ള എൻ്റെ ബാച്ചിലെ പലരോടും ചെയ്തത് ചില്ലറയല്ല. ആ കോളേജിലെ കുറച്ച് തൊലിവെളുപ്പും ഓവർ സ്മാർട്ട്നസും ഇല്ലാത്ത സകല കുട്ടികളുടെയും അവസ്ഥ ഇതാണ്. ഞാനൊക്കെ പല പ്രാവശ്യം സൂയിസൈഡ് വക്കിലെത്തിയതാണ്. എൻ്റെ പേരൻസിനെ ഓർത്ത് മാത്രം ആണ് ജീവിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇത് ഇന്നും ഞാനൊന്നും മറക്കില്ല. എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി. ഡെൻറ്റിസ്റ്റ് തന്നെ വെറുപ്പിച്ചു. റാംസാർ ഒന്നുമല്ല അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് എത്ര മെസ്സേജാണ് വന്നറിയോ രാഖി. അപ്പോൾ ഈ പറയുന്ന റാമിൻ്റെയും, റാം മാത്രമൊന്നുമല്ല, അവിടെ ഈ പറയുന്ന ജാതിവറിയുള്ള കുറച്ച് കറുത്ത നിറമുള്ള കുട്ടികളെ കാണുമ്പോഴേക്കും വല്ലാത്ത അസഹിഷ്ണുതയുള്ള, അല്ലെങ്കിൽ എന്താണ് കറുത്ത നിറമുള്ള കുട്ടികൾ പഠിക്കുന്ന കണ്ടാൽ വല്ലാത്ത അസഹിഷ്ണുതയുള്ള റാം മാത്രമൊന്നുമല്ല, പല ആൾക്കാർ പല ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരിലാക്കിയാൽ, എന്നാൽ കടമെടുത്തതിലെ പേടിയൊടുവിൽ ആത്മഹത്യ എന്നാക്കിയാൽ ഇതൊന്നും പിന്നെ പ്രശ്നമില്ലല്ലോ. റാമിനെ പിടിക്കണ്ടല്ലോ, ബാക്കി ആരെയും പിടിക്കണ്ടല്ലോ. അതിനുള്ള നീക്കമാണത് രാഗി. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, അതിന് യാതൊരു സംശയമില്ല. കാരണം അത് ആ ഒരു കേസ് ഈ ആപ്പ് പൊങ്ങി വന്നപ്പോഴേ എനിക്ക് സംശയമായി ഉദ്ദേശം എന്താണെന്ന്. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ആപ്പിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ രാഗിയോട് രാഗി, അന്ന് രാത്രി തന്നെ SP വന്ന് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ പറഞ്ഞ കാര്യം ആപ്പിന്റെ കാര്യമാണ്. അപ്പൊ തന്നെ ജോർജ് ജോസഫ് സംശയം, എനിക്ക് സംശയമുണ്ട് എന്താണ് ഈ സമയം ആപ്പ് പറയുന്ന കാര്യമെന്ന്. രാഗി, അവരെല്ലാം കൂടെ ആപ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആദ്യം തൊട്ടേ അനുഭവിച്ച ദുഃഖങ്ങളൊന്നും ഇപ്പം ഇല്ല. എല്ലാം കൂടെ ആ ഒരൊറ്റ കാരണത്താലാണ് അവൻ മരിച്ചതെന്നുള്ള രീതിക്കാണ് ഇപ്പോൾ അവർ പറയണത്. അവൻ എല്ലാ ടെൻഷനും കൂടെ കെയർ ചെയ്യണം അവൻ ചെയ്തത്. അത് അല്ലാതെ അവൻ ചെയ്യത്തില്ല, ഒരിക്കലും അവൻ അത് ചെയ്യത്തില്ല. ഇത്രയും ബോൾഡായ എൻ്റെ അനിയൻ ഒരിക്കലും അങ്ങനൊരു സൂയിസൈഡ് ചെയ്യില്ല. അതെങ്ങനെയാണെന്ന് കാണാതിരിക്കാൻ പറ്റുക? ഞാൻ പറയുന്നത് ഈ സിദ്ധാർത്ഥനെ പുഴുത്ത പട്ടിയെന്ന് വിളിച്ചതും അവൻ്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതിനെ കളിയാക്കിയതും അച്ഛൻ്റെ ജോലിയെ കളിയാക്കിയതും പരിഹാസങ്ങളൊക്കെ അത് അവൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ലോ. ഇതാ കുട്ടികൾ പിന്നാലെ എന്ന് പറയുകയാണ്. ഇതുപോലെ ടാർഗറ്റ് ചെയ്ത കുട്ടികളെ പല കോളനി ബഗർ എന്ന് വിളിച്ചതുകൊണ്ട് പയ്യനെന്ന് പറയുന്നത്. അവനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഈ കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ഈ അധിക്ഷേപങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഈ അധ്യാപകരെ പറ്റിയൊന്നും അന്വേഷണം വേണ്ട. ആ കോളേജിൽ ഇങ്ങനെ രാവണൻ കോട്ടയെ തുടരും. ആപ്പിൽ തെറ്റി ഈ അന്വേഷണം ഇവിടെ എത്താതെ പോകും. അതെങ്ങനെയാണ് ശരിയാവുക രാഖി? ഈ എൻ്റെ അനിയൻ്റെ ഇതിലൊരു ആപ്പിൽ മാത്രം ഒതുക്കും. പക്ഷേ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ നേരിട്ടതൊന്നും ഇവരന്വേഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കുട്ടികൾക്കെങ്കിലും നീതി വേണം. എൻ്റെ അനിയൻ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക്, അവൻ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. മറ്റുള്ള കുട്ടികൾക്ക് ഇനി നീതിയും വേണം. ഇനി അങ്ങനെയുള്ളൊരു അധ്യാപകർ അവിടെ പഠിപ്പിക്കരുത്. ഒരിക്കലും പഠിപ്പിക്കാൻ അദ്ദേഹം യോഗ്യനുമല്ല. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി അയാൾ ഒരിക്കലും ഒരു യോഗ്യനല്ല അവിടെ പഠിപ്പിക്കാനായിട്ട്. അതെ, റാമിനെ പുറത്താക്കുമെന്ന് കുട്ടികളോട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 2009 മുതൽ കാത്തു സൂക്ഷിച്ച്, എന്താണ് കണ്ണിലെ കൃഷ്ണമണി പോലെ മാനേജ്മെന്റ് കാത്താണ് റാമിനെ.
റാമൊന്നുമല്ല, റാമിനേക്കാൾ അതിക്രൂരന്മാർ, നീചന്മാർ അതിലപ്പുറം ആ കോളേജിലുണ്ടെന്ന കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. നമുക്കത് കാത്തിരുന്ന് കാണാം എന്ത് നടപടി ഉണ്ടാവുന്ന കാര്യം. ഇത് ഷീബ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു ഫോണിൽ വിളിച്ച ചില ആളുകൾ ഇതിന് മറുവശം അന്വേഷിക്കണമെന്ന കാര്യം പറഞ്ഞത്. എനിക്ക് പപ്പ ഓർമ്മ വന്ന് സിദ്ധാർത്ഥൻ്റെ സമയത്തെ കാര്യമാണ്. ആ സമയത്ത് ഇതുപോലെ വിളിക്കുന്നവരുണ്ട്. എന്താണ് ഈ പറയുന്ന ആൾ ഇതൊന്നുമല്ല പ്രശ്നം, ഇതിൻ്റെ പിന്നിൽ വേറെന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യാജങ്ങൾ പറയാൻ നമ്മളെ സ്വാധീനിക്കാനാണ് ഈ വിളിയൊക്കെ. ഇതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഞാൻ ആധികാരികമായി പറയുന്നു. ഈ മരിച്ചുപോയ എന്താണ് ഇതിനെപ്പറ്റി പല കള്ളക്കഥകൾ അണിയറയിൽ തയ്യാറാവുന്നുണ്ട്. എന്തിനാണ്, എങ്ങനെയാണ് ഇത് ഒരേ പാറ്റേൺ ആവുന്നത് ശ്രീമതി ഷീബ? നമ്മുടെ പ്രതികളുടെ സ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്? അധ്യാപകർ, അല്ലെങ്കിൽ അധ്യാപകരുടെ കൂടെ ഉള്ള കുറച്ച് വിദ്യാർത്ഥികൾ. നമ്മുടെ കേസിലാണെങ്കിൽ കുറച്ച് വിദ്യാർത്ഥികൾ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ അധ്യാപകർ, അവരെ രക്ഷിക്കണ്ടേ? അവരുടെ രക്ഷ എന്ന് പറയുന്നത് അവരെ സംരക്ഷിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കണം. അപ്പോൾ നമ്മുടെ കുട്ടിയെ ഇതിപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നു, അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കൊലയ്ക്ക് സമാനമായ രീതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരാളെ തള്ളിയിടുന്നതിന് തുല്യമായി അവർ അത്രയും പീഡിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊരു ആത്മഹത്യ അല്ല. അപ്പോൾ അതിൽ നിന്ന് ഊരി പോകണമെങ്കിൽ ഇതുപോലെ ലോണാപ്പോ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ കുട്ടികളടുത്ത് ഞാൻ പറയുന്നത്, നമ്മുടെ പുതിയ തലമുറയെടുത്ത് ഞാൻ പറയുന്നത്, അവരിപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കുട്ടികൾ സ്വന്തം തൊട്ടടുത്ത് കൂടെ വരുന്ന ഒരാളെ കൊന്നിട്ടാൽ പോലും തിരിഞ്ഞു നോക്കരുത് എന്ന് പഠിക്കുന്നു. കാരണം അവരുടെ പേടി. ഇന്റേണൽ മാർക്ക് മാത്രമല്ല, വൈവേ എക്സാമിൻ്റെ തിയറി എക്സാമുകൾ, ഇതിലൊക്കെ ഈ അധ്യാപകർക്ക് സ്വാധീനം ചെലുത്താം. അതിന്റെ പേടി കൊണ്ട് കുട്ടികൾ ഇങ്ങനെ ആയി പോകുന്നതാ, ഒന്നും പുറത്തു പറയാതെ. ഇവിടെ കുട്ടികളുടെ പേടി മാത്രമല്ല, എന്നെ രക്ഷകർത്താവ് വിളിച്ചു PTA മീറ്റിംഗിൽ. ആ രക്ഷകർത്താവിന്റെ കുട്ടിയെ അവിടെ നിർത്തി അധ്യാപകർ ചുറ്റും കൂടിയിട്ട് വാക്കുകൊണ്ട് വേട്ട നടത്തിയ കാര്യം പറയാണ്. രക്ഷകർത്താവിനോട് പറയാണ്, രക്ഷകർത്താവിന്റെ മുന്നിൽ വെച്ച് റാം കുട്ടിയെ അടിക്കാൻ കയ്യോങ്ങി എന്ന് പറയാണ്. പുറത്തു പറയാൻ പേടിയാണ്, രക്ഷകർത്താക്കൾക്ക് പേടി, മൊത്തത്തിൽ പേടി. അതെന്തോ പേടിയാത്? ആ കുട്ടി ആ പേരൻസിന്റെ പേടി എന്ന് പറഞ്ഞാൽ ആ കുട്ടി എത്രയോ വർഷം പഠിച്ചിട്ടാണ് ഒരു അഡ്മിഷൻ കയറുന്നത്. അതിൽ പഠിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നത്, മക്കളെ എങ്ങനെയെങ്കിലും ആ കോഴ്സ് കഴിഞ്ഞ് പഠിച്ചിറങ്ങുക, നല്ല മാർക്കോടെ ഇറങ്ങുക, അടുത്ത് നമ്മുടെ ഭാവി അതിലായിരിക്കുന്നത്. ആ ഒരു പേടിയിലാണ് ആ കുട്ടികൾ ഇരിക്കുന്നത്. അധ്യാപകർ അതിൻ്റെ പേരിൽ അവർ ആ ധൈര്യം കാണിക്കുന്നത്. ഇവരെ എതിർക്കില്ല, പാരൻസ് ആയിരുന്നാലും കുട്ടികളായിരുന്നാലും അധ്യാപകരെ എതിർക്കില്ല എന്നുള്ള ധൈര്യം. എന്തുകൊണ്ടാണ്? മാർക്ക് കിട്ടണമെങ്കിൽ അധ്യാപകർ എന്ത് കാണിച്ചെന്നാലും അത് സഹിച്ച്. അല്ലെങ്കിൽ ഈ അധ്യാപകരെന്ന് വിളിക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ഇത്രയും ക്രൂരത സ്വന്തം കുട്ടികളെടുത്ത് ചെയ്യാൻ പറ്റുമോ? നമ്മൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ബഹുമാനിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സമയം തന്നെ ചിലവാക്കുന്നത് കുട്ടികൾ അധ്യാപകരെ കൂടെ ഇരിക്കും. ഇവരൊക്കെ എന്ത് വിശ്വസിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ട് അവരുടെ അടുത്ത് ആക്കി കൊടുക്കും? ഈ വാക്കുകളൊക്കെ ഒരു അധ്യാപകൻ്റെ വായിൽ നിന്ന് വീഴേണ്ടതാണോ? അവരല്ലേ നമ്മുടെ കുട്ടികൾക്ക് സ്നേഹവും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദേശം വരെ കൊടുക്കാൻ, മറ്റുള്ള കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ചാൽ ഒരു ഉപദേശം കൊടുക്കേണ്ട ആളുകളാണോ ഈ അധ്യാപകർ? ഇവരൊക്കെ അധ്യാപകരെന്ന് പേര് പറഞ്ഞ് ഇത്രയും വർഷം അവിടെ തുടർന്നത് തന്നെ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. അതാണ് പറഞ്ഞത്, ആ കുട്ടികൾക്ക് പേടി, പുറത്ത് പറയാൻ പേടിയായതുകൊണ്ട് ഇത്രയും വർഷം അദ്ദേഹമല്ല അതുപോലത്തെ കുറേ അധ്യാപകർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അവരൊക്കെ തുടർന്നതിന് കാരണം ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കണ്ട, ഒരു നല്ലതും ചെയ്യണ്ട, ചുരുങ്ങിയ പക്ഷം പോയി ചത്തൂടടി എന്ന വാക്ക് പറയാതിരുന്നൂടെ, ഉപദ്രവിക്കാതിരുന്നൂടെ? ഇവരൊക്കെ സ്ഥിരം ആ പറയുന്ന വാക്ക് കയറി കെട്ടിത്തൂങ്ങി ചാവടി എന്ന് നേർക്കുന്നവർ മുഖത്ത് നോക്കി പറഞ്ഞാലും പിള്ളേർ പറയുന്നുണ്ടെന്നേ. അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുക? ഇവർ ഇത്രയും കാലം എങ്ങനെ തുടർന്ന് വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവര് മനുഷ്യരാണോ? കുഞ്ഞുങ്ങളുള്ളവരാണോ ഇവരൊക്കെ? നമ്മുടെ കുഞ്ഞുനാളിലെ നമ്മുടെ എന്തോ സെക്കൻഡ് ഹോം എന്ന് പറയും അല്ലേ, സ്കൂളിന് അല്ലെങ്കിൽ കോളേജിന്. ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ഒരു അഡ്മിഷൻ എടുത്ത് കയറുന്ന ഒരു കുട്ടി അവൻ എന്തൊക്കെയോ ആകാൻ വേണ്ടി പേടിച്ച് അവിടെ അഡ്മിഷൻ എടുക്കുകയാണ്. ഇങ്ങനത്തെ അധ്യാപകരാണോ ഇവരെ പഠിപ്പിക്കേണ്ടത്? ഇവർ ഏതറ്റം വരെ പോകേണ്ടവരാണ്? നമ്മുടെ കുട്ടികൾക്ക് ഒരു നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ? ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല ഇത് അന്വേഷണത്തിൽ മാത്രമേ ഒരു വളരെ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ അറിയുള്ളൂ ഏതൊക്കെ കോളേജിൽ ഈ പറയുന്ന അക്രമങ്ങൾ നടക്കുന്നു. ഞാൻ എത്താം. ഷമ്മാസ് ഇവിടെ ഒരു കുട്ടി അയച്ച മെസ്സേജാണ്. ഞാൻ കണ്ണൂർ ഡെന്റൽ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. കുട്ടി
ഈ പറയുന്ന റാം മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റ് പെഡോഡോണ്ടിക്സ്, ഒന്ന് ഡോക്ടർ എ, രണ്ട് ഡോക്ടർ എസ്, ഞാൻ പേര് വായിക്കുന്നില്ല, രണ്ട് ഡിപ്പാർട്ട്മെന്റ് പീരിയോഡോണ്ടിക്സ് പോട്ടെ, ഡോക്ടർ എസ് ഹോസ്റ്റലിൽ നിന്ന് പോലും വർക്ക് നോക്കും, പിള്ളേരുടെ കുറ്റം ഫേവേഴ്സ് പിള്ളേരോട് പറയും, പേഷ്യൻ്റെ മുൻപിൽ വെച്ച് ഇൻസൾട്ട്, ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല, ബ്രേക്ക് തരില്ല, 5 മണി വരെ പണിയെടുപ്പിക്കും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസർവേ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഡോക്ടർ എസ് ഫോർമർ സ്റ്റുഡൻറ്റ് നൗ ഇൻവോൾവ് ഇൻ ഹറാസിംഗ് സ്റ്റുഡൻസ്. ഡോക്ടർ എ PG സ്റ്റാഫ് UG എന്നില്ലാതെ എല്ലാവരോടും ടെററാണ്. ഡിപ്പാർട്ട്മെന്റ് ഓർത്തോഡോണ്ടിക്സ്. ഡോക്ടർ എച്ച് 10,000 മിനിമം രൂപയുടെ ബുക്ക് മേടിപ്പിക്കും, എക്സാം ടൈം ആകുമ്പോൾ ടെക്സ്റ്റ് ഫുൾ എഴുതിക്കൊണ്ട് വരാൻ പറയുക, എക്സാം എഴുതിപ്പിക്കാതെ ഇരിക്കുക. ഡോക്ടർ എൻ ഒരു കാര്യമില്ലാതെ ഷൗട്ട് ചെയ്യും, ഹൈപ്പറാണ്, ഫാമിലി ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് പിള്ളേരുടെ നെഞ്ചത്ത് തീർക്കും, ഷീസ് മെൻ്റലി അൺസ്റ്റേബിൾ. പിന്നെ ഡോക്ടർ എസ് 2 ലൈൻ ഇല്ലെങ്കിൽ എക്സാം ഫെയിലാക്കും, എന്നിട്ട് അറ്റൻഡ് ചെയ്ത ക്ലാസ്സിന് പോലും അറ്റൻഡൻസ് കട്ട് ചെയ്യും, എന്നിട്ട് എക്സാം എഴുതിപ്പിക്കൂല. ഡോക്ടർ എ മൂഡ് സ്വിങ്സ് അനുസരിച്ച് ആണ് സൈൻ തരിക. ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ഡെന്റിസ്ട്രി. ഡോക്ടർ ഡി പെരിയോ സ്റ്റാഫാണ്, ബട്ട് ഇതാണ് പഠിപ്പിക്കുന്നത്, സ്റ്റുഡൻറ്റ് ആൻസർ പറഞ്ഞ ഈഗോ ആണ്, വെറുതെ ഇൻസൾട്ട് ചെയ്യിപ്പിക്കും. ഡിപ്പാർട്ട്മെന്റ് ഡെന്റൽ അനാട്ടമി. ഡോക്ടർ എ മുസ്ലിം കുട്ടികളോട് പ്രത്യേക താല്പര്യം, ഗേൾസിനെ ഡ്രസ്സിൻ്റെ പേരിൽ ജഡ്ജ് ചെയ്യും. ഇത് അവിടെ പഠിക്കുന്ന കുട്ടികൾ അവരനുഭവിക്കുന്ന നേർസാക്ഷ്യങ്ങൾ എഴുതി പറയുന്ന ഷമ്മാസ്. ഇവിടെ ആ കോളേജിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് വ്യക്തികൾ തന്നെയാണല്ലോ. അവരെങ്ങനെയാണ് അരൂപികളായിട്ടിരിക്കാൻ പറ്റുക? അവരെപ്പറ്റി ആർക്കും അന്വേഷിക്കേണ്ടാത്ത എന്തുകൊണ്ടാണ്? എന്താണ് അവരുടെ ഈ സ്വാധീന ശക്തി? ഷമ്മാസ്. ഹാഷ്മി, ഇവിടെ ഈ താങ്കൾ വായിച്ച മെസ്സേജ് സത്യം പറഞ്ഞ ഞെട്ടലോടുകൂടി തന്നെയാണ് ഞാൻ മാത്രമല്ല ഈ ചർച്ച 24-ന്റെ ചർച്ച കാണുന്ന കേരളത്തിലെ പൊതുസമൂഹവും കാണുന്ന ഞെട്ടലോടുകൂടി തന്നെയാണ്. ഇത്രയൊക്കെ ക്യാമ്പസിൽ നടക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയണതിന് മറുപടി ഇങ്ങനെയുള്ള അധ്യാപകരെയാണ് ഈ പറഞ്ഞ പഠനം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പാവപ്പെട്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടന്നു വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിയമിച്ചിരിക്കുന്നത്? ഇവരെയാണോ ശമ്പളം കൊടുത്ത് ഈ പറഞ്ഞ അവിടെ തീറ്റിപ്പോറ്റുന്നത്? എന്തൊരു ഗതികേടിൽ ഇതൊക്കെ മേൽനോട്ടം വഹിക്കാൻ ഇതിനൊക്കെ നിയന്ത്രണം ഏതെങ്കിലും തരത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ കോളേജിൽ അവിടെ അംഗീകാരം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ അവിടെ പാവപ്പെട്ട സാധാരണക്കാരായ പല തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് കിടത്തി ഇൻസ്പെക്ഷന്റെ പൂർത്തീകരിച്ച സംഭവം വരെ ആ കോളേജിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ ഹാഷ്മിക്ക് മെസ്സേജ് അയച്ച കുട്ടികൾ പുറത്തു വരുന്നില്ല എങ്കിൽ അവർ ഐഡന്റിറ്റി വെളിപ്പെടുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ വ്യക്തിപരമായി ഞങ്ങൾ അറിയിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു കാര്യം വളരെ തീർത്ത് ഈ 24-ന്റെ വേദിയിൽ പറയാം. റാമെന്നല്ല, ഈ സമാന സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു മൃഗവും ആ ക്യാമ്പസിനകത്ത് ഇതുപോലെ വിദ്യാർത്ഥികളോട് പെരുമാറുന്ന ഒരുത്തനും ആ ക്യാമ്പസിനകത്ത് കാലുകുത്താത്ത രീതിയിലേക്ക്. അക്കാര്യത്തിൽ ഞങ്ങൾ KSU ആയാലും MSF ആയാലും SFI ആയാലും ഒരൊറ്റക്കെട്ട്, അത് വിദ്യാർത്ഥി താല്പര്യം തന്നെയാണ്. വിദ്യാർത്ഥികളുടെ അവരുടെ നിലവാരവും അവരുടെ വിദ്യാഭ്യാസ നിലവാരവും അവർക്ക് ആവശ്യമായ സംരക്ഷണവും കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ഈ കൊടിയും പിടിച്ച് നടക്കുന്നത്. ആ കാര്യം പ്രിയപ്പെട്ട ഈ മെസ്സേജ് അയച്ച വിദ്യാർത്ഥി ഉൾപ്പെടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി വിദ്യാർത്ഥികളോടായി പറയട്ടെ. പിന്നെ ഈ മാനേജ്മെന്റിന്റെ കാര്യം ഞാൻ തുടക്കം മുതൽ പറഞ്ഞല്ലോ. ഈ വിഷയത്തിന് ഏറ്റവും ആദ്യവും അവസാനമായും പ്രതികരിച്ച സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS വളരെ എഫിഷ്യൻ്റായ ഒരു പോലീസ് ഓഫീസറാണ്, ചെറുപ്പക്കാരനാണ്. ഈ പറഞ്ഞതുപോലെ സാധാരണ സ്കൂളിൽ പഠിച്ച് കാസർഗോഡ് ഒരു ജില്ലയിൽ നിന്ന് കടന്നു വന്ന കേരളത്തിലെ എല്ലാ സാഹചര്യങ്ങളും അറിയുന്ന പൊതുവിൽ നല്ല മതിപ്പുള്ള മികച്ച അന്വേഷണ പാരമ്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. ആ സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് മറിച്ചൊരു അഭിപ്രായത്തിലേക്ക് ഈ പറഞ്ഞ ലോൺ ആപ്പിന്റെ കഥ പറയേണ്ടി വന്നു? അവിടെയാണ് ഈ പറഞ്ഞ സംരക്ഷണത്തിന്റെയും കൃത്യമായ ഡയറക്ഷന്റെയും കൃത്യമായ നിർദ്ദേശങ്ങളും എവിടെ നിന്നും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ കൃത്യമായ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. ഒരൊറ്റ കാര്യം ഹാഷ്മി സൂചിപ്പിച്ചോട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 FIR-കളാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്ന് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ എടുത്ത 202/2026 സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:35 FIR-ൽ രേഖപ്പെടുത്തുന്നു. അതായത് നിതിൻ രാജ് മരിച്ച നിലയിൽ ഈ പറഞ്ഞ താഴെ വീണ് നിലയിൽ മരിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം 3:35 സംഭവം നടന്ന സമയം. എന്നാൽ അത് പോലീസ് സ്റ്റേഷനിൽ ഈ പറഞ്ഞ അഞ്ചരക്കണ്ടിലെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയം എന്ന് പറയുന്ന 6 മണിയാണ്. 3:30 നടന്നൊരു സംഭവം 6 മണിക്ക് എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ അറിയാൻ ഇത്രയും സമയം വൈകിപ്പിച്ചത്? എന്തിനാണ്? ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? എന്ത് തിരക്കഥയും ഗൂഢാലോചനയ്ക്കും വേണ്ടിയിട്ടാണ്? 10:30 അന്നത്തെ ദിവസം FIR ഇടുന്നത്. എന്തിനാണ് അത്രയും ഒരു ദുരൂഹ മരണത്തിൽ പോലും FIR ഇടുന്നതിന് അത്രയും വൈകുന്നത്? അത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇതെല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ചയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച രാത്രി 11:45 FIR വരുന്നത് ഇത് ഈ പറഞ്ഞ സൈബർ പോലീസിന്റെ ഭാഗമായി. അതിലും വലിയ പൊരുത്തക്കേടുകളുണ്ട്. 7:45 ഈ പറഞ്ഞ വളരെ എഫിഷ്യന്റ് ഞാൻ അടിവരയിട്ട് പറയുന്നു. നിതിൻ രാജ് എന്ന് പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർ 7:45 24 ഉൾപ്പെടെ മുഴുവൻ മാധ്യമങ്ങളെയും നിരത്തി നിർത്തി പറയുകയാണ് ഈ പറഞ്ഞ നിതിൻ രാജ് ഉൾപ്പെടെ പ്രതിക്കൂട്ടിലാവുന്ന തരത്തിലേക്ക് ഒരു ലോൺ ആപ്പിന്റെ കഥയുണ്ട്, അത് സൈബർ പോലീസ് അന്വേഷിക്കുകയാണ്, അതിൽ FIR ഇട്ടു എന്ന് 7:45 പറയുകയാണ്. FIR നമ്പർ ഉൾപ്പെടെ പറയുന്നു. തെറ്റായ നമ്പറാണ് പറഞ്ഞത്, ഞങ്ങൾ പിന്നീട് വെരിഫൈ ചെയ്തു. FIR നമ്പർ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് പറയുകയാണ് ഇതാ ഞങ്ങൾ ആ സൈബർ കേസുമായി ബന്ധപ്പെട്ട FIR ഇട്ടിട്ടുണ്ട് എന്ന്.
8 മണിക്ക് അതേ FIR, അതിൽ ഇട്ട FIR ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതേ FIR മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്ന പറയുന്ന സമയം 8 മണിയാണ്. ഈ ലത എന്ന് പറയുന്ന അധ്യാപകയുടെ മൊഴി രേഖപ്പെടുത്തിയ സമയം 8 മണി. പിന്നെ എങ്ങനെയാണ് കമ്മീഷൻ 7:45 FIR ഇട്ടു എന്ന് പറയുന്നത്? FIR യഥാർത്ഥത്തിൽ ഇടുന്ന സമയം എത്രയാണ്? രാത്രി 11:45. ഇതൊക്കെ വിവരങ്ങൾ കൃത്യമായ റെക്കോർഡ് സഹിതമുണ്ട്. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പോലീസ് ഈ തരത്തിൽ കണ്ണൂരുകാരനാണ്, ഈ മേഖലയ്ക്ക് അറിയാവുന്ന ആളാണ്. അങ്ങനെയുണ്ടോ? അരൂപികളായി നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ടോ? അവർ പുറത്തേക്ക് വരണ്ടേ? അവരുടെ കോളേജിൽ കാലാകാലങ്ങൾ നടക്കുന്ന വൃത്തികളെ പറ്റിയാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ റാം എന്ന് പറയുന്നവൻ 2009 വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ മാനേജ്മെന്റ് ഒരു അറിവില്ലെന്നാണോ അതിനെപ്പറ്റി? മാനേജ്മെന്റ് ഇത് സംബന്ധിച്ച് എല്ലാ കോളേജിൽ നടക്കുന്ന മുഴുവൻ തോന്നിയവാസം സംബന്ധിച്ച് മാനേജ്മെന്റ് അറിവുണ്ട്. ഒരു കാര്യം വളരെ ഞങ്ങൾ മനസ്സിലാക്കിയ ഈ ജില്ലയിൽ നിന്നുള്ള ആൾ നിലയിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് അറിവുള്ള കാര്യത്തിന്റെ അടിസ്ഥാനം തന്നെ പറയും. ഈ മാനേജ്മെന്റ് പ്രതികളായി ഇതിന്റെ MD ആയി, ചെയർമാൻ ആയാലും MD ആയാലും ഇവരാരും ഈ ജില്ലയിലോ ഈ സംസ്ഥാനത്തുള്ള ആളുകളല്ല. ഇവരിൽ പലരും വിദേശത്താണ്. ഈ പറഞ്ഞ റിമോട്ട് കൺട്രോൾ ആണ് ഇവിടെ നടക്കുന്നത്. ഈ പറഞ്ഞ കോളേജിലെ പ്രിൻസിപ്പൾക്ക് പോലും ഈ പറഞ്ഞ മാനേജ്മെന്റിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ് നോക്കണം. കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു വിഷയത്തിൽ ചർച്ച നടത്തുമ്പോൾ അതിൽ മാനേജ്മെന്റ് പ്രതികളില്ല. കേവലം അവിടെ ജീവനക്കാരായിട്ടുള്ള ജോലി ചെയ്യുന്ന അവരുടെ ശമ്പളം പറ്റുന്ന ചില ആളുകൾക്ക് അപ്പുറത്തേക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഈ സംസ്ഥാനത്ത് എങ്ങനെ ഇതുപോലൊരു ദന്തൽ കോളേജ്, എങ്ങനെ ഇതുപോലൊരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നു? അതിൽ മെഡിക്കൽ അഡ്മിഷൻ ഇല്ല എന്നുള്ള മറ്റൊരു വസ്തുത. അവിടെ ഉണ്ടായിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ അടച്ചുപൂട്ടി. ഈ രീതിയിലേക്ക് ഒരു തരത്തിലുള്ള വ്യവസ്ഥകൾക്കും വിധേയമായിട്ടല്ലാതെ എങ്ങനെ ഈ സംസ്ഥാനത്ത് ആരുടെ പിന്തുണയോടുകൂടി ഈ തെമ്മാടിത്തരം മുഴുവൻ അരങ്ങേറുമ്പോൾ എന്താ ഇവിടെ ചോദ്യങ്ങളില്ലാത്തത്? എന്താ ഇവിടെ അന്വേഷണം ഇല്ലാത്തത്? ഈ കാര്യങ്ങളെ കുറിച്ച് എന്തേ ഈ പറഞ്ഞ പരാതി ആന്റി റാഗിംഗ് സെല്ലിന്റെ മെമ്പർ തന്നെയാണ് ഈ പറഞ്ഞ റാം എന്ന് പറഞ്ഞ അധ്യാപകൻ എന്ന് പറയുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ഒരു കുട്ടി എനിക്ക് അയച്ച മെസ്സേജ് പുറത്തോട്ട് ശരിയാണെന്നറിയില്ല. ഇയാൾക്ക് മദ്യപിക്കാനും പുകവലിക്കാനും ഹോസ്റ്റലിൽ പ്രത്യേക റൂമുണ്ടെന്നാ ഈ കുട്ടി അയച്ച മെസ്സേജ്. ഈ അറിയില്ല സത്യമാണോ ഇല്ലയോ എന്ന്. അധ്യാപകനൊക്കെ അങ്ങനെ തരം താഴാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പശുക്കളൊന്നും അല്ല, അങ്ങനെ വിളിക്കുന്ന ആവുന്ന ഒരു അധ്യാപകൻ എന്ത് നീചത്തരമാണ് ചെയ്തുകൂടാത്തത്? ഞാൻ എത്താം. അതിൽ ഇവിടെ പെട്ടെന്ന് SP അന്ന് രാത്രി ഒരു ലോൺ ആപ്പിനെ പറ്റി പ്രയോറിറ്റിയിൽ പറയുന്നു. ചില ചാനലുകൾ വളരെ പെട്ടെന്ന് ഈ ലോൺ ആപ്പ് എന്ന് പറഞ്ഞ് വലിയ വാർത്തകൾ പെരുപ്പിക്കുന്നു. അതിൻ്റെ പിന്നാലെ ലോൺ ആപ്പിലേക്ക് അന്വേഷണം ചുരുങ്ങുന്നു. ലോൺ ആപ്പിൻ്റെ ഭീഷണി ആപ്പിനെ ചുറ്റി നിൽക്കുന്നു. ഈ റാം എന്ന് പറയുന്നവൻ ക്ലാസ്സിൽ വന്ന് പച്ച വർഗീയത, പരമത വിദ്വേഷം, പച്ച വർഗീയത, ജാതീയത, ബോഡി ഷേമിംഗ് അടക്കം നടത്തുന്ന ഒരുത്തൻ ഇപ്പോഴും ഒളിവിലാണ്. ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. അയാളെ പിടിക്കാൻ പോലീസിന് ഒരു വ്യഗ്രതയില്ല. ആരെ എന്തൊളിപ്പിക്കാനാണ് അതിൽ ഈ നീക്കങ്ങളൊക്കെ എന്നാണ് സംശയം. ഇവിടെ തീർച്ചയായിട്ടും ഈ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളെ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് ഏതെങ്കിലും വൈകാരികമായ വിഷയങ്ങളിലേക്ക് മാത്രം ഒതുക്കി കാണുക എന്നുള്ളത്. ഇത് കൃത്യമായി തന്നെ പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറാണ്. ഒരു സംവിധാനത്തിൻ്റെ, കേരളത്തിലെ രാജ്യത്തെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ, പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയുടെ സംവിധാനത്തിൻ്റെ പ്രശ്നമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു അധ്യാപകൻ റാം എന്ന് പറയുന്നത്, നമ്പ്യാർ എന്ന് പറയുന്നത് വാലും കൂലും ഒക്കെ ഉള്ള കുറെ ജാതി വെറിയന്മാരായിട്ടുള്ള അധ്യാപകന്മാർ ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ മെക്കെട്ട് കയറാനും അവരുടെ നിറത്തിന്റെ പേരിൽ, അവരുടെ ജാതിയുടെ പേരിൽ അവരെ അപഹാസ്യരാക്കാനും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം അധ്യാപകന്മാരെ കൈകാര്യം ചെയ്യുന്ന നിലവാരത്തിലേക്ക് വിദ്യാർത്ഥി സംഘങ്ങൾ മാറുന്നതാണ്. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നുള്ള പോളിസിയാണ്. വിദ്യാർത്ഥികളെ ബഹുമാനത്തോടു കൂടി കാണാൻ വേണ്ടി കഴിയണം. വിദ്യാർത്ഥികളെ ബഹുമാനിക്കാനും അവർ ആദരവോട് കൂടി അവരോട് ഇടപെടാൻ വേണ്ടി കഴിയണം. അല്ലാത്ത ഇത്തരം അധ്യാപകന്മാരെ, ജാതി വറിയന്മാരെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്താണ്? എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ്. ബ്ലാക്ക് പിഗ് എന്ന് വിളിക്കാതിരുന്നാൽ മതി. അല്ല, കറുത്ത പശു എന്ന് വിളിക്കാതിരുന്നാൽ മതി. ഒരു ബഹുമാനിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. തീർച്ചയായിട്ടും ഇവിടെ നിതിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ ഏറ്റവും ഒടുവിലത്തെ പേരാണ്. കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തെ പ്രൊഫഷണൽ മേഖലയിൽ, പ്രത്യേകിച്ച് IIT, NIT, എയിംസ് പോലെയുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് നേടി, ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് 3-4 വർഷം റിപ്പീറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന രാജ്യത്തെ IIT, NIT, എയിംസ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 5 വർഷക്കാലം 113% വർധനമാണ് ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് രാജ്യത്തെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയാണ്. 122 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ 2 വർഷക്കാലത്തിനിടയിൽ ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലാണ്, കൊല്ലം ജില്ലയിലാണ് ഫാത്തിമ ലത്തീഫ് എന്ന് പറയുന്ന IIT മദ്രാസിലെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. അവൾ പറഞ്ഞത്, എൻ്റെ പേരുൾപ്പെടെ എനിക്ക് ഒരു തെറ്റായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്.
അത്തരം എത്ര പേരുകൾ ഇനിയും നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു? ഇവിടെ ഏറ്റവും നമ്മൾ കാണേണ്ടത് എന്താണ്? ഇപ്പൊ ഇവിടെ BJP പ്രതി ഉൾപ്പെടെ പറഞ്ഞു, ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. UGC അതുപോലെ തന്നെ നാഷണൽ മെഡിക്കൽ കൗൺസിലൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ഇത്തരം മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ പോളിസി മേക്ക് ചെയ്യുന്നത് ആരാണ്? ഇത്തരം നാഷണൽ മെഡിക്കൽ കൗൺസിൽ പോലെ UGC പോലെയുള്ള സംവിധാനങ്ങളാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്താണ്? രോഹിത് വെമുല എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി തന്റെ ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ ജീവിതം തന്നെയാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് ഒരു ഗവേഷക വിദ്യാർത്ഥി, അതും ജീവിതത്തിന്റെ എല്ലാ പ്രയാസപ്പെട്ട സാഹചര്യങ്ങളോടും പോരടിച്ചുകൊണ്ട് തന്റെ ജീവിത സാഹചര്യങ്ങളെ പടവെട്ടി ഗവേഷണം എന്ന് പറയുന്ന ഏറ്റവും ഉന്നതിലെത്തിയിട്ട് ഒരു വിദ്യാർത്ഥിക്ക് പോലും തന്റെ ജീവിതത്തിന്റെ അവസാനം ആത്മഹത്യ ചെയ്യപ്പെടുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ തുടർന്നുകൊണ്ടാണ് UGC പ്രൊമോഷൻ ഇക്വാലിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള പുതിയ റെഗുലേഷൻ തന്നെ നടപ്പിലാക്കിയത്. അത്തരത്തിൽ രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കാൻ വേണ്ടി UGCയും കോടതിയും നിർദ്ദേശിച്ചപ്പോൾ എന്താ നമ്മുടെ രാജ്യത്തിന് കണ്ടത്? രാജ്യത്തെ സംഘപരിവാറിന്റെ പിന്തുണയുള്ള ഇത്തരത്തിലുള്ള സവർണ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന അരങ്ങേറിയിട്ടുള്ള സമരങ്ങൾ, അക്രമ സംഭവങ്ങൾ, അതിനെ തുടർന്ന് രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കാതിരിക്കുകയാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്ത് ഉയർന്നു വരുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ജാതീയമായിട്ടുള്ള അക്രമങ്ങളും സംഭവങ്ങളും റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഫാത്തിമ ലത്തീഫിനെ പോലെ, നമൻ അഗർവാളിനെ പോലെയുള്ള വിദ്യാർത്ഥികൾ രാജ്യത്ത് IIT-കളിലും NIT-കളിലും എയിംസുകളിലെല്ലാം ആത്മഹത്യ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തി ചർച്ച ചെയ്യേണ്ടത് ഈ വിദ്യാഭ്യാസ മേഖലയിൽ UGC സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ കടക്കേണ്ടത്. അതിൽ തുടക്കത്തിൽ പറഞ്ഞ ഇത്തരം അധ്യാപകരെ തെരുവിൽ കൈകാര്യം ചെയ്യും എന്ന് പറയുന്നതിന് സാധാരണഗതിയിൽ യോജിക്കാൻ കഴിയാത്തതാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ കുട്ടികളെ വാക്കുകൊണ്ട് വേട്ടയാടി 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 കൊലക്ക് കൊടുക്കുന്ന അധ്യാപകർ അങ്ങനെ ആരാലും തൊടപ്പെടാതെ അങ്ങനെ ഉദാരമായി അങ്ങനെ അവരുടെ സിംഹാസനങ്ങൾ വാഴുകയാണെങ്കിൽ ചിലപ്പോൾ ആദിൽ പറഞ്ഞതിനോട് യോജിക്കേണ്ടി വരും. ചാമലേക്ക് എത്താമേ. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ താങ്കൾ തന്നെ പറഞ്ഞ ഒരു കേരളത്തിലാണോ എന്ന് സംശയം തോന്നിക്കുന്ന ഈ പറയുന്ന ഈ കൊടൂര ക്രൂരത്വങ്ങളുടെ കഥകൾ പുറത്തറിയാൻ ഒരു 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നമുക്ക് വേണ്ടി വന്നു. ജോർജ് ജോസഫ്, ആർക്കറിയാം ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ റാമുമാർ ഏതൊക്കെ ഈ പറയുന്ന അധ്യാപകർ പിള്ളേരെ ഇത്തരത്തിൽ ഇന്റേണൽ മാർക്കിന്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്യുന്നു, ജാതിവെറി കാണിക്കുന്നു, നമുക്കിപ്പോഴും അജ്ഞാതമാണ്. ഒരു സംവിധാനം ഉണ്ടാവണ്ടേ ഈ പറഞ്ഞ ഇന്റേണൽ മാർക്കിനെ ബാധിക്കാത്ത രീതിയിൽ കുട്ടികൾക്ക് ഭയമില്ലാതെ പറയാനുള്ള ഒരു ഓൺലൈൻ സംവിധാനങ്ങളും ഉണ്ടാവണ്ടേ? ജോർജ് ജോസഫ്, അത് ഉണ്ടാവാത്തത് എന്താണ്? അതെ, നമുക്ക് പൂക്കോട്ടൂർ സംഭവത്തിൽ ശക്തമായ നടപടിയില്ലല്ലോ. യവന്മാർക്ക് തോന്നിയാസം കാണിക്കാമല്ലോ. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരു കൗണ്ടർ ഉണ്ടാക്കിയത് കണ്ടില്ലേ? അവർ ഒരു ലോൺ ആപ്പിൻ്റെ ഒരു കൗണ്ടർ അവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്ത് അത് പോലീസല്ലേ അടിയന്തരമായിട്ട് ഈ കേസിലെ അന്വേഷണം അവിടുന്ന് മാറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റണം. ഒന്ന്. രണ്ടാമത് SC/ST ആക്ടിൻ്റെ വകുപ്പൂടെ ചേർത്തും അതോടൊപ്പം തന്നെ അബറ്റ്മെൻറ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് അത് 307, 308 BNS അതുകൂടെ ചേർക്കണ്ടേ? അത് തന്നെയല്ല, ആ പ്രിൻസിപ്പൾ വിളിച്ചു വരുത്തിയ സമയത്ത് എത്ര സാറന്മാർ അവിടെ ഉണ്ടോ അത്തരം പേരെ പ്രതിയാക്കണം. കാരണം അവരെല്ലാം ഈ കൊച്ചിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരാണ്. അങ്ങനെയല്ലേ അന്വേഷണം മുന്നോട്ട് പോകണ്ടേ? അവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കി ഇപ്പോഴേ കൊടുത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായിട്ട് ക്രൈംബ്രാഞ്ചിലോട്ട് പോട്ടെ. കാരണം നമുക്ക് പൂക്കോട്ടൂരിലെ സംഭവം നമ്മളൊരു പാഠം പഠിച്ചു. ആ കൊച്ചു വേദിച്ച് അത് മുഴുവൻ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. ഇന്ന് വരെ ആ അമ്മയുടെ കരച്ചിൽ നമുക്ക് മാറ്റാൻ പറ്റിയില്ല. ആ കൊച്ചിനെ അവിടുത്തെ സാറുമാരെല്ലാം കൂടി കൊന്നു. ഇവിടെ അത് തന്നെയല്ലേ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് അന്വേഷണം അടിയന്തരമായിട്ട് മാറ്റണം. അവിടുത്തെ SP-യുടെ കീഴിലുള്ള അന്വേഷണം നടക്കില്ല. അത് ക്രൈംബ്രാഞ്ചിലേക്ക് അടിയന്തരമായിട്ട് മാറ്റണം. മറ്റൊന്ന്, ഇതിനകത്ത് SC/ST-യുടെ കൃത്യമായ വകുപ്പിനകത്ത് ഇടണം. അതുപോലെ തന്നെ അബറ്റ്മെൻറ്റ് കമ്മിറ്റ് സൂയിസൈഡ് ഇടണം. ലോൺ ആപ്പിൽ ആരാണ് ആ ലോൺ കൊടുത്തത് അവന്മാരെ കൂടെ ഇതിനകത്ത് പ്രതിയാക്കി ആ സൂക്കേട് കൊടുത്ത് തീർക്കണം. ഇങ്ങനെയാണ് അന്വേഷണം പോകേണ്ടത്. അതിനൊക്കെ പോലീസ് ധൈര്യം കാണിക്കണ്ടേ? നിർദ്ദേശങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ? ഒരു പയ്യൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ ശവസംസ്കാരം ചടങ്ങ് ജസ്റ്റ് കഴിഞ്ഞ വേറെ എഫ്ഐആർ ഇടേണ്ട കാര്യമുണ്ടോ അവിടെ? അതിന്റെ കൂടെ അന്വേഷിച്ചാൽ പോരെ? ഈ പറയുന്ന ഉദ്ദേശം അതാണ് ഞാൻ തുടക്കം പോലെ പറയുന്നത്. എഫ്ഐആർ ഇടേണ്ട ആവശ്യമില്ല. ഇത് ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്തില്ലേ ഇവര്? ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. വികലമായി അന്വേഷണം നടത്തി ഒരു കുട്ടി വീണ് മരിച്ച് അത്രയും വിവരമുള്ളതെന്ന് പറയുന്ന ആൾക്കാരെല്ലാം കൂടി അതിനെ ഒരു സൂയിസൈഡിലേക്ക് നയിച്ച് അതിന് കാരണക്കാരായ ആൾക്കാരെ അവർക്കൊരു ഡിഫൻസ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ ഇതുകൾ. അത് ഈ കേസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ പോരെ? ഇവരൊക്കെ ആരാണ് അന്വേഷണം പഠിപ്പിക്കുന്നത്? ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ രാഷ്ട്രീയം കളിക്കുക? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിയന്തരമായിട്ട് കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകണം. നമുക്ക് നേരത്തെ 3 വർഷം മുമ്പ് നമ്മൾ ഇത് അനുഭവിച്ചതാണ്. ആ അമ്മയുടെ വിലാപമൊക്കെ ഇപ്പോഴും കേട്ടോണ്ട് അതിലേക്കൊന്നും പോകരുത്. ഇതെങ്കിലും കൃത്യമായിട്ട് പോയി യവന്മാരെ പണിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ശിക്ഷയായിരിക്കണം. ഈ എല്ലാവരും അതിൻ്റെ അകത്ത് പ്രതിയാണ്.
കുറേ നാൾ അവർ കോടതി കയറി ഇറങ്ങി, വിട്ടുപോയാലും വേണ്ടില്ല, കയറി ഇറങ്ങി നടക്കുമ്പം മറ്റുള്ള അധ്യാപകർക്ക് അത് മാതൃകയാവും. അതിൽ ഇവിടെ മന്ത്രി ഉണ്ടല്ലോ, ഹയർ എഡ്യൂക്കേഷൻ, അവരെവിടെ ആയിരുന്നു? അതുപോലെ മെഡിക്കൽ ഡയറക്ടർ എവിടെ ആയിരുന്നു? അങ്ങനെയുള്ള കോളേജുകളിൽ എല്ലായിടത്തും ക്യാമ്പസിലെ പരിശോധന മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം ഒരിക്കലെങ്കിലും നടത്തണ്ടേ? അതൊന്നും ഇവിടെ നടക്കാറില്ല. ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആരാന്ന് പോലും ഒന്നും അറിയത്തില്ലല്ലോ അവിടുത്തെ സാറുമാർക്ക്. അതുകൊണ്ട് ഇതിലെങ്കിലും ഗവൺമെൻറ്റും അതുപോലെ DGP ഉൾപ്പെടെയുള്ളവരും ആഭ്യന്തര വകുപ്പും ഇതിനെങ്കിലും നമുക്കൊരു പാഠം പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയുള്ളൂ. എത്ര കുട്ടികളെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ഇത് നഷ്ടപ്പെടുത്തുകൊണ്ട് നമ്മൾ കരഞ്ഞു. മാനസികമായി പീഡിപ്പിച്ച് ജീവിതത്തിൽ ഒന്നും ആകാതെ പോയ എത്ര പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ആ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇവരൊക്കെ നല്ല ഉത്തമ പൗരന്മാരായി വാർത്തെടുക്കുകയും നമ്മുടെ സമൂഹത്തിന് കൊള്ളാവുന്ന കുട്ടികളായിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യേണ്ട ആ ഒരു പ്രക്രിയ നടക്കേണ്ടടുത്ത് ഇതുപോലെ കുറേ തെണ്ടി പരീക്ഷകൾ വന്നിരുന്ന് ഈ കുട്ടികളെ നശിപ്പിക്കാനായിട്ട് കൂടിയ അധ്യാപകന്മാർ, അവർക്ക് തോന്നിവാസം നടക്കുക. ഇഷ്ടം പോലെ അവർക്ക് ശമ്പളവും കിട്ടുന്നുണ്ട്, ഒരു ഡോക്ടറേറ്റ് ഇവിടുന്ന് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ തോന്നിവാസം ചെയ്യാനുള്ള ഒരു വേദിയായിട്ട് അതപ്പതിച്ചു കേരളത്തിലെ പ്രൊഫഷണൽ കോളേജുകളെല്ലാം. ഓക്കെ, ശ്യാമരാജ്, ഇവിടെ എനിക്ക് ഈ പുറത്തു വന്ന് സംസാരിച്ച കുട്ടികളുടെ കാര്യത്തിൽ ശരിക്കും ഭയമുണ്ട്. കാര്യം ഈ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ അവരുടെ മാനേജ്മെൻറ്റോ ഈ റാമിൻ്റെ കൂട്ടാളികളോ ഇറക്കിയ 3-4 ക്യാമറാമാർ, നിരീക്ഷകരൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികളുടെ ചിത്രങ്ങൾ അതിലുണ്ട്. ഇനിയിപ്പോൾ വരും 1-ാം വർഷം 2-ാം വർഷം വിദ്യാർത്ഥികളൊക്കെ കൂട്ടത്തിലുണ്ട്. ഇനി ആ കോളേജിൽ പഠിക്കുന്ന കാലത്തോളം അവർ പീഡനം അനുഭവിക്കാതിരിക്കൽ നമ്മുടെ കൂടി ബാധ്യതയാണ്. കാര്യം നമ്മൾ കൊടുക്കുന്ന ഉറപ്പിലാണ് കുട്ടികൾ പുറത്തേക്ക് വരുന്നത്. നമ്മളടക്കം വിദ്യാർത്ഥികളടക്കം എല്ലാവർക്കും, രാഷ്ട്രീയ പാർട്ടികൾക്ക് ബാധ്യസ്ഥമാണ് അവരുടെ കാര്യത്തിൽ. 2, ശ്യാമ, ഈ ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്ന ഈ കെടുതാപ്പ് പിടിച്ചിട്ടാണ് ഇവന്മാരുടെ പണി. അത് ഈ മട്ടിലാണോ വേണ്ടത്? അധ്യാപകർ വിചാരിച്ചാൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാവി തുലച്ചു കളയാൻ കഴിയും എന്ന ഈ വിഷ്യ സർക്കിൾ പൊളിക്കണ്ടേ? അഞ്ചരക്കണ്ടി കോളേജിന്റെ അഫിലിയേഷനെ പറ്റി ഗൗരവമായ ചർച്ചകൾ ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഹാഷ്മി. ഇപ്പം ഞാൻ പറയാൻ വന്നിട്ട് പോയിട്ടാണ് ഹാഷ്മിനോട് ചോദിച്ചത്. നോക്ക്, എനിക്ക് ഇവിടെ എക്കോ വെക്കുന്നുണ്ട്. ഞാൻ പറയാൻ വന്നൊരു കാര്യം തന്നെയാണ് ഹാഷ്മിനോട് ഇങ്ങോട്ട് ചോദിച്ചത്. ഈ ഇന്റേണൽ മാർക്കൊക്കെ പറയുന്ന ഈ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് മാറി ചിന്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. നോക്കൂ, ഇപ്പോൾ ബിടെക്കിനൊക്കെയാണ്, ഞാൻ ബിടെക് പഠിച്ചാലാണ്. ബിടെക്കിനാണെങ്കിൽ 150-ൽ 50 മാർക്ക് ഇന്റേണലാണ്. ഈ 50 മാർക്കിന്റെ പേരിൽ തന്നെ ഈ അധ്യാപകർ പലരെയും ദ്രോഹിക്കുന്നതിനും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലാക്കുന്നതിനും ഒരു കൈയും കണക്കുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലെ കുറിച്ചുള്ള വിദ്യാഭ്യാസ രംഗത്തെ ഒരു നവീകരിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ചിന്തകൾ കൂടി വേണ്ടതാണ്. പിന്നെ ഇവരുടെ അഫിലിയേഷൻ എന്താണ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ BJPയുടെ പ്രതിനിധി എന്നുള്ള രീതിയിൽ പറയുന്നത്, അത്തരത്തിലുള്ള ഇവർ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചിട്ടാണോ ഇവരുടെ അഫിലിയേഷൻ ഉള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കും. അത് ഞാൻ തുടക്കത്തിൽ എൻ്റെ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പറയുന്നത്. ഒരു പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ വളരെ ആധികാരികമായിട്ട് തന്നെ ഞാൻ പറയുന്നു. അത്തരത്തിലുള്ള ഒരു കളി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ വിദ്യാർത്ഥികളോടൊപ്പം പൂർണ്ണമായിട്ട് അടിയുറച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ആ രീതിയിലെല്ലാം സംരക്ഷണം ഒരുക്കും. ഏത് ക്യാമറ കൊണ്ട് വെച്ചാലും ഇത് ഇപ്പം ഞാൻ പറയുന്ന ഈ ക്യാമറ കൊണ്ട് വെച്ച ആളുകൾ നന്നായിട്ട് കേട്ടോട്ടെ. നിങ്ങൾ ഏത് ക്യാമറ എവിടെ കൊണ്ട് വെച്ചാലും ഈ പുറത്ത് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതികരണം വളരെ ശക്തമായിട്ടും ഉണ്ടാവും. അത് എനിക്ക് ചാനലിൽ ഇത്ര മാത്രമേ പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഹാഷ്മി. പിന്നെ അടുത്തത് ഇവിടെ SFയുടെ പ്രതിനിധി പറഞ്ഞിട്ടുള്ളൊരു കാര്യം നോക്കൂ. നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന വാദങ്ങൾക്കൊരു യുക്തി വേണം. ഇവിടെ UGC റെഗുലേഷൻ കൊണ്ടിട്ടാണ് നമ്മുടെ ഈ പാവപ്പെട്ടുള്ള നിതിൻ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിട്ടുള്ളത്. ഏത് UGC പറഞ്ഞിട്ടാണ് ഈ നിതിൻ രാജു മരിച്ചിട്ട് 1-ാം ദിവസം ഇവിടുത്തെ പോലീസുകാരനത് ലോണാപ്പിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞത്? ഏത് UGC പറഞ്ഞിട്ടാണ് ഇവിടെ മധു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ കൊലപാതകൾ ഒരാളായിരുന്ന ഷംസുദ്ദീനെ പിടിച്ചിട്ട് ബ്രാഞ്ച് സെക്രട്ടറി ആക്കിയത്? ഏത് UGC പറഞ്ഞിട്ടാണ് ബിന്ദു എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു വീട്ടമ്മയെ ചെയ്യാത്ത തെറ്റിന് ദിവസങ്ങളോളം പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ചിരുന്ന് കള്ളിയെന്ന് വിളിച്ചിട്ട് മുദ്രകുത്തി പോലീസ് സ്റ്റേഷനിൽ വെച്ചിരുന്നത്? ഏത് UGC പറഞ്ഞിട്ടാണ് രാജേഷ് മാഞ്ചി എന്ന് പറയുന്ന ഒരു ബീഹാറി ആദിവാസി ചെറുപ്പക്കാരനെ മലപ്പുറത്ത് വെച്ചിട്ട് ആൾക്കൂട്ടം കൊലപാതകം ചെയ്തിട്ടുള്ളത്? ഏത് UGC പറഞ്ഞിട്ടാണ് നിങ്ങളുടെ നേതാക്കന്മാർ പൂക്കോട് വെറ്റിനറി കോളേജിലെ നിങ്ങളുടെ നേതാക്കന്മാർ ചുറ്റും കൂടി നിന്നിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ പാവ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞത്? ഏത് UGC പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അധ്യാപക സംഘടനയിലുള്ള ഒരു അധ്യാപകൻ ആ വിദ്യാർത്ഥികൾക്ക് കൊലപാതകം? ഈ വർഷം നവംബറിൽ കൊണ്ടുവന്നു. എന്താണ്? കൃത്യമായിട്ട് ഇക്വിറ്റി കമ്മിറ്റി ക്യാമ്പസുകളിൽ വേണം. ആ ഇക്വിറ്റി കമ്മിറ്റിയുടെ റോൾ എന്താണെന്നറിയോ? 24 മണിക്കൂറിനകം ഒരു വിഷയം SC ST OBC അട്രോസിറ്റി ഉണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ആ ഇക്വിറ്റി കമ്മിറ്റി അതിനകത്ത് ഇൻവോൾവ് ചെയ്യണം, ഇടപെടണം. 7 ദിവസത്തിനകത്ത് ആരാണോ
ആരോപണ വിധേയർ അവർക്കെതിരെ നടപടി വേണം. 15 ദിവസത്തിനകത്ത് ആ ആക്ട് ഹയർ കേന്ദ്ര ഗവൺമെന്റ് അതോറിറ്റിക്ക് നടപ്പിലാക്കണമെന്നേ നമ്മൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കണം. ഈ വിഷയത്തിൽ ഇങ്ങനെ നമ്മൾ അതേ ചെയ്തില്ലെങ്കിൽ പറയുന്നുള്ളൂ. ആ ആക്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡിന് അല്ല ശ്യാമ, ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. രാജ്യമെമ്പാടും നടക്കുന്ന പ്രതിഭാസമാണ്. SC കുട്ടികൾക്കെതിരെ അതിക്രമം, അവരുടെ ആത്മഹത്യ, രോഹിത് തമ്മിൽ ആക്ട് സുപ്രീം കോടതി പറയുന്നത്. പ്രതിവിധിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വരികയാണ്, നീ പോലെ ഞാൻ വരികയാണ്. ഞാൻ ഒറ്റ ചോദിച്ചു ചോദിച്ചോട്ടെ, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യാപികയാണ്, തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ പ്രൊഫസറാണ്. എവിടെയാ ഇത് മനസ്സിലാക്കേണ്ട? ഒരു അധ്യാപക, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യാപികയാണ്. എന്താണ് ഇവരുടെ റോള്? ഞാൻ വീണ്ടും ചോദിക്കട്ടെ, SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം കേസ് എടുക്കുന്നതിന് ഏത് UGC ആണ് തടസ്സം നിൽക്കുന്നത്? എന്നിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? മന്ത്രി എവിടെ? 10,000 രൂപ. അല്ല, അപ്പോഴത്തേക്ക് ലോണിലോട്ടും ആപ്പിലോട്ടും കളി മാറിയല്ലോ. ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ പരസ്യത്തിന്റെ സമയത്ത് ശ്രീ V ശിവൻകുട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബൈറ്റ് നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആർക്കും എന്തുമാവാം എന്ന സ്ഥിതി വിദ്യാർത്ഥി സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കണം. എത്ര ദയനീയമാണ്! ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് സ്വന്തം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്യാമ്പസിലെ ഇത്തരത്തിലുള്ള അധ്യാപകനെന്ന് വിളിക്കാൻ പോലും പാടില്ലാത്ത റാം എന്ന് പറയുന്ന ഒരു നരാധമൻ കൊന്നു കളഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം ജില്ലയിൽ MLA വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയുമായിട്ടുള്ള ശിവൻകുട്ടി ഇരുന്നിട്ട് വിലപിക്കുകയാണ്. വല്ലാത്ത കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. എന്ത് ആർക്കും എന്തുമാവുന്ന ആക്ഷൻ എടുക്കേണ്ട ഇവരല്ല കാശ്മീർ. ആക്ഷൻ എടുക്കേണ്ട ആളുകൾ വിലപിക്കുന്ന എന്തിനാ? അവർ ആക്ഷൻ എടുക്കണം. കേരളത്തിന്റെ വിദ്യാഭ്യാസ വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ തെറ്റണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന ഈ കോളേജിന്റെ ഉടമസ്ഥനിൽ ഒരാളെ ഉടമസ്ഥനെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പസിൽ പോയിട്ടുണ്ടെന്നേ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുനാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് 2016 തെരഞ്ഞെടുപ്പിന് സമയത്ത്. അങ്ങനെ നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ മാനേജ്മെന്റിന് അതിഭീകരമായ സ്വാധീനം ഉണ്ടെന്ന തർക്കമില്ല. അതുകൊണ്ടാണ് അവരുടെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നേ. ഈ ചാഞ്ചാട്ടമില്ലായ്മ, പുറത്തു വരാൻ ധൈര്യമില്ലായ്മ, കുസമില്ലായ്മ. ശരിഞ്ഞാത്താം ഷമ്മാസ്, ഇവിടെ നിങ്ങളവിടെ അന്ന് സമരം നടത്തി. ഷമ്മാസ് അടക്കം അവിടെ ഒരു അക്രമ സമരത്തിന് ഇല്ല. ആ വിഷയം ഒന്ന് കാണിക്കണേ. ഒരക്രമ സമരം ഉണ്ടായിട്ടില്ല. ഷമ്മാസ് സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും പോലീസുകാർ ഇരച്ചെത്തി വലിച്ചോണ്ട് പോവാണ്. അതൊരു അസ്വാഭാവികതയുണ്ട്. സാധാരണത്തിൽ അങ്ങനെ അല്ലല്ലോ. സാധാരണഗതിയിൽ ഒരു സമരം തുടങ്ങി സമരം അക്രമാസക്തമാകുമ്പോഴല്ലേ പോലീസ് ഇറങ്ങി വലിച്ചോണ്ട് പോകുന്നത്. എന്തിനാണ് പോലീസിന് അവിടെയും ഒരു വ്യഗ്രത മൊത്തത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഹാഷ്മി, തുടക്കത്തിൽ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടം മുതൽ തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ പലരെയും സംരക്ഷിക്കാനുണ്ട്. ഞങ്ങൾ അവിടെ കയറി ഈ പറഞ്ഞ പോലെ ആരെയും അടിച്ച് വിളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഞങ്ങളുടെ സ്വാഭാവികമായൊരു ആവശ്യം അവിടുത്തെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം. ഈ പറയപ്പെട്ട നിലവിൽ പോലീസ് ജാമ്യമില്ല വകുപ്പ് ചേർത്ത് നിൽക്കുന്ന പ്രതിയായിട്ടുള്ള ആളുകളെ, ഇത് സർക്കാർ കോളേജോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ഇവരുടെ PF ഗ്രാറ്റുവിറ്റിയും കൊടുത്ത് പറഞ്ഞു വിടേണ്ട സംവിധാനമൊന്നും, പിരിച്ചുവിടേണ്ട സാധനമൊന്നുമല്ല. ഒരു സ്വകാര്യ കോളേജിൽ ഇത്രയും ഗുരുതരമായ ആരോപണം നിലനിൽക്കുന്ന പ്രതിസ്ഥാനത്തുള്ള അധ്യാപകരെ പിരിച്ചുവിടണം എന്ന ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടാണ് ആ പ്രതിഷേധവുമായിട്ട് ഏറ്റവും ആദ്യം KSU കടന്നു പോകുന്നത്. ആ സമരത്തെ ഗേറ്റിൽ വെച്ച് തടയുന്നു. ഗേറ്റ് കടന്ന് ഞങ്ങൾ ആ കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുമ്പോൾ പോലീസ് അവിടെ സംസാരിക്കാൻ, ഈ വിഷയം ഇന്ന പോരായ്മകളുണ്ട്, ഈ പറഞ്ഞ FIR പൊരുത്തക്കേട് ഉൾപ്പെടെ മുഴുവൻ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്, അത് ഓരോന്നും ദുരൂഹതകൾ ഓരോന്നും ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നതിനിടയിൽ തന്നെ പോലീസ് എന്ത് ചെയ്യാണ്, ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അറസ്റ്റ് ചെയ്ത് മുഴുവൻ ആളുകളെയും വലിച്ച്, പെൺകുട്ടികളായ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു ധൃതി, ഒരു തിരക്ക് പോലീസ് പ്രകടമാണ്. ഒടുവിൽ ആപ്പിലേക്ക് എത്തുകയും ചെയ്തു. അതിന്റെ സമയം കഴിയാണ്. എനിക്ക് അതിലേക്ക് ഒരിക്കൽ കൂടി വരാൻ സമയമില്ല. എന്തായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ്. ഈ പറയുന്ന പ്രതികരണങ്ങളുടെ പേരിൽ, പുറത്തു വന്ന് സംസാരിച്ചതിന്റെ പേരിൽ ആ കുട്ടികളെ ഇന്റേണൽ മാർക്ക് എന്നെങ്ങാനും പറഞ്ഞ് ആ കുട്ടികളെ ഉപദ്രവിക്കാനാണ് ഇനിയും പ്ലാനെങ്കിൽ അത് നമുക്ക് കാണാം. എൻകൗണ്ടർ പൂർവ്വ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.